89.6 FM സർഗക്ഷേത്ര സർഗക്ഷേത്ര 89.6 FM-ൽ ഉത്രാടം ദിന പ്രത്യേക പരിപാടികൾ തന്നെയാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉത്രാടം ദിനമാണ്, വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. ഓണം തൊട്ട് അടുത്ത് നിൽക്കുന്ന, പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന, വളരെയേറെ സന്തോഷവും വളരെയധികം ഇഷ്ടവും സ്നേഹവും ഒക്കെ മനുഷ്യർക്കുള്ള ദിവസമാണ് കേട്ടോ. നമുക്ക് ഇതെല്ലാം ഉള്ളതാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് കൂടുതൽ വരുന്ന ചില പ്രത്യേക ദിവസങ്ങൾ, ചില പ്രത്യേക ആഘോഷ ദിവസം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണോ ഇത്രത്തോളം വമ്പനായിട്ട് ഓണത്തെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള ഓണമാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷങ്ങൾ, ഓർത്തിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ, കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു ഓണമാണ് കേട്ടോ. അപ്പൊ അതില് നമ്മൾ റേഡിയോ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആഘോഷങ്ങൾ ഉണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്, ഓർത്തിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ടീമിന്റെ ഭാഗമായിട്ടുള്ള നമ്മളുടെ പ്രിയങ്കരിയായിട്ടുള്ള ബിൻസി മലയാളം കണ്ട ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിൽ പങ്കെടുത്തതിന്റെ സന്തോഷത്തിൽ ബിൻസി ബിഗ് ബോസിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷമുള്ള ഒരു ഓണമാണ്. റേഡിയോയ്ക്ക് അത് വൻ ഓളമാണ്. നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. ഓണാണ്, അതോടൊപ്പം തന്നെ ഓളമാണ്, ആവോളമാണ്. കൂടെ ഇന്ന് ബിൻസിയുണ്ട് ഗസ്റ്റായിട്ട്. സാധാരണ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്ത് പരിചയമുള്ള ബിൻസി, റെക്കോർഡറും മൈക്കുമായിട്ട് ഒത്തിരി ആളുകൾ എടുത്ത് പോയി ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന ബിൻസി ഇന്ന് ഗസ്റ്റ് ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുവാണ്. ബിൻസി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറായിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ പുറത്തിറങ്ങിയതിനു ശേഷം ബിൻസിയോട് പല കാര്യങ്ങൾ പല വഴികളിൽ ചോദിച്ചിരുന്നു. നേരിട്ട് ചോദിക്കുന്നു, മെസ്സേജ് ചോദിക്കുന്നു, നമ്മളോട് ചോദിക്കുന്നു, അങ്ങനെ ഇന്ന് ഈ ചോദ്യങ്ങൾക്കെല്ലാം പലരും മനസ്സിൽ ബിൻസിയോട് ചോദിക്കാനിരുന്ന ചോദ്യങ്ങളും, ഒപ്പം പലരും നേരിട്ട് ചോദിച്ച ചോദ്യങ്ങളും, മെസ്സേജിലൂടെ ബിൻസിക്ക് മറുപടി പറയാൻ പറ്റാതെ പോയ ചോദ്യങ്ങളും, ഇതിനെല്ലാത്തിനുള്ള ഉത്തരങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ചോദ്യം ചോദിക്കാൻ ഒരു സൈഡിലും ഉത്തരങ്ങൾ പറയാൻ ബിൻസി മറ്റൊരു വശത്തും ഇരിക്കുന്ന മണിക്കൂറുകൾ ഇവിടെ തുടങ്ങാൻ പോകും കേട്ടോ. അയ്യോ, ഞാൻ മറ്റൊരു 2 കിലോ ഇൻട്രോ പറഞ്ഞിട്ട് ഒരു 3 ഗ്രാമുള്ള താങ്ക് യു പറഞ്ഞ് നിർത്തുവാണോ ബിൻസി? ശരിക്കും പറ, എങ്ങനെയാ ബിൻസി, സന്തോഷമല്ലേ ഈ ഓണം? അയ്യോ വിനു സാർ ആദ്യം പറഞ്ഞത് തുടങ്ങാം, എന്നാലല്ലേ ഒറിജിനൽ RJ ബിൻസി ആവത്തുള്ളൂ. ഓണം വന്ന് പടിവാതിക്ക നിക്കാന്ന് പറഞ്ഞില്ലേ, അതെന്തിനാ നിർത്തുന്നേ? കസേരയിട്ട് കൊടുക്കി ഇരിക്കട്ടെ. ശരിക്കും പറഞ്ഞ ഓണം വന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഓണത്തിന് നമുക്ക് നാളെ കയറ്റാം. അതുപോലെ കാണുമല്ലോ ബിഗ് ബോസിൽ പോയത് ബിൻസിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാനേ ബിൻസി ഇന്റർവ്യൂ, ചോദ്യം, പരിപാടികൾ ഇതെല്ലാം നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പറയാം, ഇതിന്റെ സിസ്റ്റം അനുസരിച്ച് ഞാൻ ഡീൽ ചെയ്തോളാം. ഏറ്റവും ആദ്യം ചോദിക്കട്ടെ, ശരിക്കും ഞങ്ങൾക്കൊക്കെ പോലും പലപ്പോഴും തോന്നാറുണ്ട്, ബിൻസിക്കൊന്ന് പോയി കരഞ്ഞുകൂടെ, ബിൻസിക്കൊന്ന് വിഷമിച്ചുകൂടെ? ഒരു പരിപാടിയിൽ നിന്ന് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേജിൽ ബിൻസി ഔട്ടായി പോയിട്ട് ഇത്രത്തോളം ആഘോഷിച്ച് സന്തോഷിച്ച് നടക്കണം, എന്തിനാ ബിൻസിക്കൊന്ന് വിഷമിച്ചുകൂടെ? ബിൻസിയുടെ വിഷമമില്ലായ്മ ചോദിച്ചിട്ടാണോ നമ്മൾ ഈ ഒരു സന്തോഷമുള്ള ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? പറ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള എപ്പോഴെങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ലൈഫിൽ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എങ്ങനാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതെന്ന്. ഒരു ഫോട്ടോ എടുത്താലും ഒരു വീഡിയോ എടുത്താലും അതിപ്പോ നമ്മൾ അതിനു വേണ്ടി ചിരിക്കുന്നേ ആവാം, പക്ഷെ നാച്ചുറലി എൻ്റെ ഉള്ളിൽ നിന്നൊരു ചിരി വരും. എല്ലാവരോടും സംസാരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ ചിരിക്കാറുണ്ട്. ഞാനിപ്പോൾ ലാലേട്ടൻ എന്നെ ബിഗ് ബോസിൽ എൻ്റെ ഇൻട്രോയിൽ പുള്ളി പറയുന്നുണ്ട്, ഒരു ക്യൂട്ട് ചിരിക്കുടുക്കയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും എന്നെ ആദ്യമായിട്ട് ക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ എല്ലാവരും. പക്ഷെ ചിരിക്കുടുക്കെന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാൻ ഭയങ്കരമായിട്ടും, അതായത് ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. കരഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല, അപ്പോഴത്തേക്ക് നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ എന്തായാലും നമ്മൾ ഓവർകം ചെയ്യണമല്ലോ, അത് കാരണം അങ്ങ് ചിരിക്കുക, അതേ ഉള്ളൂ മാർഗം. പിന്നെ ചിരിച്ച ആയുസ് കൂടുമെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, ബിൻസിയുടെ ഈ ചിരി ബിൻസിക്ക് ഒരു 140 വയസ്സ് വരെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഒരു ബിൻസിയുടെ ചിരിയും സന്തോഷവും ഊർജ്ജവും ആവേശവും ഒക്കെ തന്നെ കേട്ടോ ഒരുപാട് മനുഷ്യർക്ക് ബിൻസിനെ നോക്കി ഇരിക്കാനുള്ള ഒരു പ്രധാന കാരണം. സന്തോഷമില്ലേ? എനിക്ക് ഇത് കേട്ടതിലല്ല സന്തോഷം. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, വിനു സാറിന് കൂടെ ഒരുപാട് സ്റ്റേജിൽ ഞാൻ കോമ്പയർ ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് പ്രോഗ്രാം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതുവരെ ഇല്ലാത്ത ഒരു ബിൽഡപ്പും ഒരു സന്തോഷവും ഒക്കെ കേൾക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു RJ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ ഇപ്പുറത്ത് ഇങ്ങനെ വന്ന് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയാൻ ഇരിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതിങ്ങനെ എൻജോയ് ചെയ്യാൻ ഞാൻ ശരിക്കും. അപ്പൊ ഉത്രാട ദിനത്തിൽ ബിൻസി ഉണ്ട് നമ്മളുടെ കൂടെ. കുറച്ച് മണിക്കൂർ ഉത്രാട ദിന സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ബിൻസി അടുത്തിരിക്കുന്നുണ്ട്. റേഡിയോയിൽ കലക്കൻ പാട്ടുകളിൽ പരിപാടി ഇവിടെ തുടങ്ങുവാണ്. ഇത് ബിൻസി ഉദ്ദേശിച്ച ഇന്റർവ്യൂ ആണോ, ആകുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാട്ടോ. എനിക്ക് ഈ പാട്ട് വേണം. ഏത് പാട്ട് വേണം? പരിപാടി മതി ബിൻസി, കാരണം പലർക്കും നല്ല മതിപ്പ് ഇപ്പോഴും ഉണ്ട്. അത് ഒരു പൊടിക്ക് പോലും കുറയ്ക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ബിൻസി പറഞ്ഞ പാട്ട് തന്നെ വരുവുള്ളൂ. ബിൻസി പറഞ്ഞ എന്ന് ഞാൻ ആവർത്തിക്കുന്നുണ്ടോ, പാടിയതല്ല. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര.
ഉത്രാടം ദിനത്തിൽ നമ്മൾ ഇന്ന് വിശിഷ്ടാതിഥിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ നമ്മളെ ഫോളോ ചെയ്ത് തുടങ്ങിയവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മളുടെ ടീമിൽ നിന്ന് ബിഗ് ബോസിലേക്ക് എത്തി അവിടെ നിന്ന് ഓണത്തിന് മുൻപേ നാട്ടിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വേഗം തിരിച്ചു വന്നിട്ടുള്ള ആളാണ് ബിൻസി. അപ്പോ ശരിക്കും ഒരുപാട് പേര് ഇങ്ങനെയാണ് വിചാരിച്ച് ബിഗ് ബോസിലേക്ക് പോകുന്നത് കേട്ടോ. 100 ദിവസം അവിടെ ചെന്നിട്ട് കപ്പൊക്കെ അടിച്ച് തിരിച്ചു വരണം. ഈ ബിഗ് ബോസിൽ ചെന്നിട്ട് നാട്ടിൽ വള്ളങ്ങൾ നടക്കുന്നു, ഓണാഘോഷം നടക്കുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനകത്തൊക്കെ ഒന്ന് അയ്യോ ഇതൊന്നും ഇല്ലാത്തൊരു ബിൻസി, അങ്ങനെ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ട് ബിൻസിയോട് ചോദിക്കും എന്താ തിരിച്ചു വന്നത്, എനിക്കിതൊന്നും ഇല്ലാത്തൊരു പരിപാടിയെ പറ്റി ആലോചിക്കാൻ പറ്റില്ല ആവർത്തിച്ച് പറഞ്ഞ ബിൻസിയാണ് കൂടെ ഉള്ളത്. 3 മണിക്കൂർ സമയം, കുറച്ചധികം നേരം ബിൻസിയോട് പല കഥകളും ചോദിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടിപൊളി. ബിൻസി, ശരിക്കും ഈ ഇന്റർവ്യൂവിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇതൊരു പരീക്ഷയായിട്ട് കൂട്ടിക്കോളും. അതെനിക്ക് മനസ്സിലായിരുന്നു. കാരണം നമ്മൾ എക്സാമിന് തലേന്ന് പഠിക്കത്തില്ലേ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ നോട്ട്സ് ഒക്കെ എഴുതി വെക്കുന്ന കുറച്ച് പഠിപ്പിച്ചിട്ട് പിള്ളേരുണ്ടല്ലോ, അതുപോലാണ് വിനുസാറ് ഒരു 5-6 A4 സൈസ് പേപ്പർ, അതിനകത്ത് ഫുൾ അവിടെ ഇവിടെ എന്തൊക്കെയോ കുത്തിക്കുറിച്ചിരിക്കുന്നു, അതൊക്കെ മുൻപിൽ വെച്ചിരിക്കുന്നു. വിനുസാർ എനിക്ക് ഒന്ന് കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഇങ്ങനെ പഠിച്ചു നടത്തിയിട്ടില്ല. ഓക്കെ, അതുമെന്താ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ ഇതുപോലെ ഗസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പൊ ഇതുവരെ ബിൻസി നമ്മൾ ഒന്നിച്ച് പല പരിപാടികളുടെ ഭാഗമായെങ്കിൽ അതുവരെ കാണാത്തൊരു എന്നെയും ഇന്റർവ്യൂവിൽ കൊണ്ടുവരാൻ ശ്രമിക്കണമല്ലോ, അല്ലെങ്കിൽ അടുത്തൊരു രസമില്ലല്ലോ. എനിക്ക് ഇന്റർവ്യൂ തരാൻ പറ്റില്ല. ബിൻസി ഇപ്പൊ ഒരുപാട് പേർക്ക് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് കൊണ്ട്, ഒരുപാട് വിഷ്വൽ മീഡിയയിൽ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നുണ്ട്, ബിൻസിക്ക് ഈ ചോദ്യങ്ങളൊക്കെ പഴഞ്ചനായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് പരമാവധി പഴഞ്ചനാക്കാതിരിക്കാൻ ശ്രമിക്കുവാണ്. നമ്മളുടെ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത ഇതെല്ലാം ഇൻട്രോ ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്കാണ് കഥയിലേക്ക് കടക്കാൻ പോകുന്നത്. ഇന്റർവ്യൂ ഒരു 100 മാർക്കിൽ ഉത്തരം എഴുതുന്ന ഒരു പരീക്ഷയാണ്. ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കുണ്ട്, പല സെഗ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ തിരിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം കൃത്യമായി എഴുതിയാൽ ഒരാൾക്ക് ലഭിക്കാൻ പോകുന്നത് 100 മാർക്കാണ്. ഈ 100 മാർക്കിന്റെ കൂടെ ഒരു ഔട്ട് ഓഫ് സിലബസ് സെറ്റ് ഉണ്ട്, അതിന് 50 മാർക്കുണ്ട്. അങ്ങനെ മൊത്തം 150 മാർക്കിന്റെ ഒരു ചോദ്യ പരീക്ഷയാണ്. ചോദ്യം ഉത്തരം ഇങ്ങനെ പോകും. ഇപ്പൊ ഏതെങ്കിലും ഒരു ചോദ്യത്തിനോട് താല്പര്യം ഇല്ലെങ്കിൽ, ഉത്തരവില്ലെങ്കിൽ, അതൊക്കെ ഞാൻ അവിടെ 0 മാർക്ക് ഇടും. അതൊക്കെ എന്റെ ഇഷ്ടം, എനിക്കതാണ് ഇഷ്ടം. ബിൻസിക്ക് മാർക്ക് കുറച്ച് എങ്ങനെയെങ്കിലും ബിൻസിയെ ഇതിനകത്തൊന്ന് കഷ്ടി ജയിപ്പിച്ച് വിടുക എന്നുള്ള ഉദ്ദേശമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഫുൾ മാർക്ക് മേടിക്കാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബിൻസി ഒരു ചോദ്യവും വേണ്ട എന്ന് പറയില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇതാണ് സാഹചര്യം, ഇതാണ് പരീക്ഷ. പക്ഷേ ഈ പരീക്ഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കൂൾ ഓഫ് ടൈം പോലത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മൾ SSL ആണെങ്കിൽ പോലും, റേഡിയോ സ്പെഷ്യൽ ലീഗിലാണെങ്കിൽ പോലും മത്സരത്തിന് മുന്നോടിയായിട്ട് നമ്മൾ എല്ലാ ടീം അംഗങ്ങളോടും വർത്താനം പറഞ്ഞ് കുശലാന്വേഷണം നടത്തുന്ന പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് കൂൾ ഓഫ് ടൈമിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് പരീക്ഷ. ബിൻസി എങ്ങനെയാണ്, വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു? പിന്നെ എല്ലാരും വന്നതിന് ശേഷം എല്ലാവർക്കും സന്തോഷം വളരെയധികം കൂടിയിട്ടുണ്ടല്ലോ. എന്തിനാ തിരിച്ചു വന്നേന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് ബിൻസി 2 ആഴ്ച മാറി നിന്നപ്പോ വീട്ടിലും അയൽവക്കത്തും അതിന്റെ അപ്പുറത്തേക്ക് എന്തൊരു നിശബ്ദതയാണല്ലേ ഞങ്ങളുടെ നാട്ടിൽ, ഇവിടെ സ്ഥലത്തിന് വില കൂടാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളൊരു ചർച്ച. എല്ലാവർക്കും സമാധാനമായിരുന്നു. ഞാൻ വന്ന് ഒച്ചയും ബഹളവും കലബിലേക്കായി ബാക്ക് ടു പവർ ആക്കിയിട്ടുണ്ട് എല്ലാവരും. ബിൻസിയുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് വീട് വിറ്റിട്ട് റെയിൽവേ ട്രാക്കിന്റെ അടുത്തൊക്കെയുള്ള സ്ഥലം വാങ്ങിയെന്നാ കേട്ടത്. കാരണം ബഹളം വേണമല്ലോ എപ്പോഴും. എനിക്ക് കോംപ്ലിമെന്റ് ആണോ ആക്കലാണോ? അല്ല, ഇത് ആളും അനക്കമുള്ള ഒരിടത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഭീകര മിസ്സിംഗ് ഉണ്ടാവും. ആ മിസ്സിംഗിലാണ് എല്ലാവരും ഞങ്ങൾക്ക് അറിയാം. അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. റേഡിയോയിൽ വലിയ മിസ്സിംഗ് ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ബിൻസിയുടെ പേരെഴുതി അന്നയും ജോയൊക്കെ ഭിത്തിയിൽ തൂക്കിയിരുന്നു. അവരതിനകത്ത് വേറെ എന്തൊക്കെ ഒരു കുറിപ്പ് എഴുതിയിരുന്നു, അത് ഞാൻ പറയുന്നില്ല. പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് എഴുതുന്നു, ബാഷ്പാഞ്ജലികൾ എന്നൊക്കെയാണ് എഴുതിയിരുന്നത് അവര് പലതിനകത്ത്. ആശംസകൾ അഭിവാദ്യങ്ങളൊന്നും അല്ലായിരുന്നു. അത് വിഷയ ഫണ്ടാണ്. റേഡിയോയിൽ പാട്ട് വരും. പാട്ടിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ പരീക്ഷയുടെ സമയമാണ്. ഓണ പരീക്ഷ ബിൻസി എഴുതാൻ പോവുകയാണ്. ബിൻസിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് കേട്ടും കണ്ടുമൊക്കെ മനസ്സിലാക്കാം. കൂടെ വിനുണ്ട്, എന്റെ കൂടെ ബിൻസി ഉണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉത്രാടം ദിന പ്രത്യേക പരിപാടികളിൽ നമ്മളുടെ കൂടെ അതിഥിയായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട ബിൻസി ഉണ്ട്. വെറും ബിൻസിയുള്ള ബിഗ് ബോസ് ബിൻസി അല്ലെങ്കിൽ ആർജെ ബിൻസി തന്നെയാണ്. ബിഗ് ബോസ് ആർജെ ബിൻസി. നമ്മളിങ്ങനെ ഒരാള് ഡോക്ടറേറ്റ് എടുക്കുമ്പോൾ ഡോക്ടർ എന്ന് പറയും, ആ പുള്ളി തന്നെ അഡ്വക്കേറ്റ് ആയി കഴിഞ്ഞാൽ വലിയ പാടാണ് ഈ ടൈറ്റിലുകൾ, പേരിന്റെ മുന്നിലുള്ള സാധനങ്ങൾ ചേർത്ത് വെക്കാൻ. പണ്ടാണെങ്കിൽ ബിൻസിയെ നമുക്ക് 7ാം ക്ലാസ്സിൽ തോറ്റ ബിൻസി അങ്ങനെ ഇതൊക്കെ പറയാറുണ്ട്. പിന്നീട് അത് മാറി. കാരണം ബിൻസി 7ാം ക്ലാസ് ജയിച്ച് 8ലെത്തി, 9ലെത്തി, ട്യൂഷന് പോകുന്ന ബിൻസി, സൈക്കിളിൽ ഒട്ടുന്ന ബിൻസി, അങ്ങനെയൊക്കെയായി. അങ്ങനെ മാറി പേരിന്റെ മുൻപിലും അവസാനവും ഒക്കെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബിൻസി ഉണ്ട് കൂടെ. ബിൻസി പരീക്ഷ തുടങ്ങുകയാണ്. 100 മാർക്കിന്റെ പരീക്ഷ ആദ്യം, അത് കഴിഞ്ഞിട്ട് ഔട്ട് ഓഫ് സിലബസ്. ഓക്കെ, ഏറ്റവും ആദ്യം ഞാൻ 2 മാർക്കിന്റെ ഒറ്റ ചോദ്യം കേട്ടോ. ചോദ്യത്തിന്റെ തൂക്കം അനുസരിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ഒരു നിലവാരമില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ സോറി ഐ കാന്റ് ആൻസർ. അപ്പൊ ഞാനിവിടെ 0 ഇടും. ക്വസ്റ്റ്യൻ പേപ്പർ കമ്പനി അടിച്ചു പോയി. അതിപ്പോ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് പോയിട്ട് ചോദ്യത്തിന് നിലവാരമില്ല, ഉത്തരം ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞ ബിൻസി PGക്ക് തോറ്റ പോലെ അല്ല ഇത്. ഞാൻ തോറ്റിട്ടില്ല, ഞാൻ ജയിച്ചിട്ടേ. ഓക്കെ, 43% A ഗ്രേഡും കരസ്ഥമാക്കി ജയിച്ച ആളാണ് ബിൻസി. ബിഗ് ബോസിലേക്ക് നേരെ ചെല്ലും കേട്ടോ. ബിഗ് ബോസിൽ
ഇപ്പൊ ഞാൻ ബിഗ് ബോസ് അറിയാത്ത, ബിഗ് ബോസിനെ പുറമേ നിന്ന് മനസ്സിലാക്കിയ ഒരാളുടെ ആംഗിളിൽ പല കാര്യങ്ങളും ചോദിക്കും. അപ്പൊ അത് അറിയാൻ ശ്രമിക്കും. ബിൻസിക്ക് പറയാൻ പറ്റുന്ന, കോൺട്രാക്റ്റിൽ പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയണ്ട, പക്ഷെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയണം. 2 മാർക്കിന്റെ ആദ്യത്തെ ചോദ്യം, ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് സമയം നോക്കാൻ എന്താണ് സാധാരണ ചെയ്യാറ്? 2 മാർക്കിന്റെ ചോദ്യം. സമയം അറിയാൻ എന്താണ് ചെയ്യുന്നത്? സമയം അറിയാൻ നമുക്ക് ഒരു മാർഗവും ഇല്ല. സമയം അറിയാൻ മാർഗമില്ല, ഡേറ്റ് അറിയാൻ മാർഗമില്ല. അപ്പൊ നമ്മളിങ്ങനെ പരസ്പരം ഇപ്പൊ ഉച്ചയെ കാണുമല്ലേ, ഇപ്പൊ വൈകുന്നേരമായി കാണുമല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. ഇപ്പം ചില ദിവസങ്ങളിൽ നമ്മൾ വൈകുന്നേരമായി കാണില്ല, ഉച്ചയാണെന്ന് വിചാരിച്ച് നമ്മൾ ലഞ്ച് കഴിക്കും. പക്ഷെ അത് കഴിയുമ്പോഴായിരിക്കും വീട്ടിൽ ലൈറ്റ് ഒക്കെ ഓഫ് ആകുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് സന്ധ്യയ്ക്ക് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആകാശം കാണാം. ആ ആകാശം കാണുന്നത് ചിലപ്പോൾ ആകാശം എനിക്ക് തോന്നുന്നു നേരെ മുകളിലെ ആകാശം കാണുള്ളൂ, സൈഡിൽ കാണില്ല. സൈഡിലൊന്നും കാണാൻ പാടില്ല, എങ്ങോട്ട് പോകുന്നു അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു രീതിയിലും സമയം അറിയാൻ ഒരു മാർഗവും ഇല്ല. പിന്നെ അവിടെ എവിടെയോ ദൂരെ ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കും. അത് കേൾക്കുമ്പോൾ അത് എത്ര മണിക്കാന്ന് പോലും നമുക്കറിയില്ല. അത് കേൾക്കുമ്പോഴാണ് ചിലപ്പം ഇത് ഉച്ചയായിരിക്കാം, ചിലപ്പോൾ ഇത് വൈകുന്നേരത്തെ ബാങ്ക് ആയിരിക്കാം എന്നൊക്കെ ആളുകൾ ഗസ് ചെയ്യുന്നത്. ഒരു മാർഗവും ഇല്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ബിൻസിന് കിട്ടിയിട്ട് ഞാൻ വിചാരിച്ചു ബിൻസി എങ്ങും തൊടാതെ ഉത്തരം പറയുന്നില്ല. ഞാൻ സത്യം മാത്രമേ പറയാം. അപ്പൊ ഇതിന്റെ തന്നെ ചേർത്തുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യത്തിന്റെ സെറ്റിന് ആകെ കിട്ടുന്നത് 4 മാർക്കാണ്. സെറ്റാണ്. അതിന്റെ താഴെയുള്ള ചോദ്യം വരുമ്പോൾ 1/2 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഉണരുന്നത് എങ്ങനെയാണ് ബിഗ് ബോസിൽ എണീക്കുന്നത്? ഞങ്ങള് എല്ലാരും കൂടെ സംസാരിച്ചിരുന്ന് ലൈറ്റ് വീട്ടിൽ ഓഫ് ആക്കും. ആ സമയത്ത് നമ്മൾ ഉറങ്ങണം എന്നാണ് ബിഗ് ബോസിന്റെ റൂള്. പക്ഷെ നമ്മൾ അങ്ങനെ കിടന്ന് ഉറങ്ങാറില്ല. സംസാരിച്ചിരിക്കും. എപ്പോഴോ കിടന്ന് ഉറങ്ങും. രാവിലെ നമ്മൾ പാട്ട് കേൾക്കുമ്പോഴാണ് എണീക്കുന്നത്. പാട്ട് എപ്പോ ബിഗ് ബോസ് ഇടുന്നു അപ്പൊ നമ്മൾ അറിയില്ല. ഒരു ഐഡിയ ഇല്ല, ഇതുവരെ ആർക്കും അറിയില്ല. ചോദിച്ചാലും പറയത്തില്ലല്ലോ. തിരിച്ച് മറുപടി പറയുന്ന ഒരു സംവിധാനം ഇല്ല. അപ്പൊ ഉറങ്ങുന്നത് എപ്പോഴാണെന്ന് എന്റെ ചോദ്യം ഉണ്ടായിരുന്നു, അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഈ സെറ്റിലെ അവസാനത്തെ ചോദ്യം. ഇത് കഴിഞ്ഞാൽ 4 മാർക്കായിരിക്കും ആകെ കിട്ടുന്നത് ഉത്തരം ശരിയാണെങ്കിൽ. ശരി ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലാണെങ്കിൽ, കാരണം അങ്ങനെയുള്ള ചോദ്യ പേപ്പർ ഇടുന്നവരാണല്ലോ ഉത്തരം തീരുമാനിക്കുന്നത്, അല്ലാതെ ഇപ്പോ മനസ്സിലായോ? അപ്പോ എന്താണ് ബിഗ് ബോസിൽ സാധാരണയായിട്ട് കഴിക്കുന്നത്? ഏറ്റവും കൂടുതൽ കഴിക്കുന്ന വായു. ഓക്കെ, അതായത് വലിയ കാര്യമായി സാധനങ്ങളൊന്നും കഴിക്കാറില്ല. ഇല്ല, ഞങ്ങൾക്ക് അവിടെ ഫുഡൊന്നും ഇല്ല. ആകപ്പാട് ഞങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴും പരിപ്പ് കിട്ടും, കിഴങ്ങ് കിട്ടും, സവോള കിട്ടും, ഗോതമ്പ് പൊടി കിട്ടും, പിന്നെ ചോറ്. അത് തികയാറില്ല. ഇതെല്ലാം ഉണ്ടാക്കി കിട്ടുന്നതാണോ? ഇതെല്ലാം നമുക്ക് തരും. നമ്മൾ ഇതെല്ലാം വെച്ച് ഉണ്ടാക്കണം. നിങ്ങൾക്ക് പാകം ചെയ്ത ആഹാരം ഒന്നും അവർ തരില്ല? ഇല്ല, തരില്ല. എല്ലാം നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. അതെ. അപ്പൊ നമ്മൾ കാണുന്നതൊക്കെ തന്നെയാണ് സംഭവം. നിങ്ങൾ എന്താണോ കാണുന്നതാണ് നമുക്ക് കഴിക്കാൻ കിട്ടുന്നത്. പിന്നെ ഓരോ കിച്ചൺ ടീമിന്റെ കൈപുണ്യം പോലെ ഇരിക്കും. പിന്നെ എത്ര കൈപുണ്യമുള്ള ആളാണെങ്കിലും ഇത്രയും ആളുകൾക്ക് വെച്ചുണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. കാരണം ആരും ലൈഫിൽ അങ്ങനെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്തിട്ട് വന്നവരൊന്നും അല്ലല്ലോ. സെലക്ഷനിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവോ എന്നൊരു ക്രൈറ്റീരിയ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് സെലക്ഷൻ കിട്ടില്ലല്ലോ. ഒരിക്കലും ഒരു കാരണവശാലും കിട്ടില്ല. കാരണം വെള്ളം ചൂടാക്കാൻ പോലും അറിയാൻ പറ്റാത്ത ബിൻസിയാണ് ബിഗ് ബോസിൽ തകർത്താടി നടന്നത്. അതെങ്ങനെ പബ്ലിക്കായിട്ട് പറയല്ലേ? പിന്നെ ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന പൊടി എന്ന് പറഞ്ഞാല് തേയിലപ്പൊടി, പഞ്ചസാര, ഉപ്പ് കിട്ടും. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി മാത്രമേ ഉള്ളൂ, എണ്ണയും. ഇത് വെച്ചിട്ട് നമ്മൾ പോലും അടുക്കളയിൽ ഉണ്ട് എന്ന് ബിൻസി മനസ്സിലാക്കുന്നത് ഇവിടെ ചെന്നപ്പോഴാണ്. സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാത്ത, വീട്ടിൽ ശ്രദ്ധിക്കാറേ ഇല്ല. എനിക്ക് തിന്നാനല്ലേ അറിയുള്ളൂ സാർ. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറെ അധികം പേരെങ്കിലും വിചാരിക്കും, വിനു എന്തിനാണ് ആ പാവം ബിൻസി ഇങ്ങനെ? ഇതൊക്കെ ശരിക്കും ഞാൻ ഉള്ള കാര്യം പറയുന്ന തമാശ, ഇതല്ല, തമാശ വരുന്നേ ഉള്ളൂ. അപ്പൊ ബിൻസി ഈ സെറ്റ് കംപ്ലീറ്റ് ആവുന്നു, ഉറപ്പായിട്ട് ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നു. ഫുൾ മാർക്ക് കൊടുക്കാനല്ലേ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചോദിക്കുവാണ്. ആ ചിരിയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്, ആ തലയാട്ടലിൽ കാര്യങ്ങൾ എനിക്ക് പിടികിട്ടുന്നുണ്ട്. വിൻസി ഈ ഒരു സെറ്റ് വിജയിച്ചിരിക്കുന്നു. റേഡിയോയിൽ കലക്കൻ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. ഉത്രാടം ദിനത്തിൽ നമ്മുടെ കൂടെ RJ ബിൻസി ഉണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് ബിൻസി ഉണ്ട്, എന്ത് വേണമെങ്കിലും പറയാം. പ്രിയപ്പെട്ട ബിൻസി ഉണ്ട് എന്ന് പറയാം. ബിൻസി പരീക്ഷയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, അറിയാലോ. 4 മാർക്കേ കഴിഞ്ഞിട്ടുള്ളൂ, ഒരുപാട് മാർക്ക് താഴേക്ക് കിടക്കുവാണ്. 5 മാർക്കിന്റെ ഉത്തരം, 5 മാർക്കിൽ ഉത്തരം എഴുതാനുള്ള ഒരു ചോദ്യമാണ് തരാൻ പോകുന്നത്. ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ മനസ്സിലാകുമായിരിക്കും. കുറച്ച് വലിയ ആൻസർ പറയണം. ഈ ക്യാമറ കണ്ണുകളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നറിയുമ്പോൾ നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള നമ്മളാകാൻ പറ്റുമോ പറ്റില്ലയോ? എന്താണ് സാഹചര്യം? നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ, അതായത് നമ്മൾ എൻട്രി നിങ്ങൾ കണ്ടു കാണുമല്ലോ, ആ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ ക്യാമറയാണ് ആ ഗാർഡൻ ഏരിയയിൽ. അവിടെ നമ്മൾ റൂമിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും കിച്ചണിലാണെങ്കിലും എനിക്ക് തോന്നുന്നു വാഷ്റൂമിന്റെ ഏരിയയിൽ പോലും 3 ക്യാമറയുണ്ട്. ബാത്റൂമിന്റെ ഉള്ളിൽ മാത്രമേ ക്യാമറ ഇല്ലാത്തുള്ളൂ. ബാത്റൂമിന്റെ ഉള്ളിൽ മൈക്കുണ്ട്, ഡ്രസ്സിംഗ് റൂമിലും മൈക്കുണ്ട്. നമ്മുടെ ബെഡിന്റെ ഒക്കെ സൈഡിൽ നമ്മുടെ ദേഹത്തുള്ള മൈക്ക് അല്ലാണ്ട് എല്ലാ ബെഡിന്റെ സൈഡിലും മൈക്കുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ വലിയ ക്യാമറ നിങ്ങൾ TV യിൽ കാണുന്നതല്ലാണ്ട്
ചെറിയ 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 ക്യാമറാസ് അവിടെ ഉണ്ട്. ടോട്ടൽ 72 ക്യാമറയാണ് ഉള്ളത്. ആദ്യം ചെല്ലുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ക്യാമറ ഉണ്ട്, നമ്മളെ നോക്കുന്ന ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വരും. എന്റെയൊക്കെ മൈൻഡിൽ വന്നു. നമ്മൾ കല്യാണത്തിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാമറ വരുമ്പോൾ നമ്മളൊരു ആർട്ടിഫിഷ്യൽ സാധനം പിടിക്കുന്ന പോലത്തെ സാധനം ആദ്യം ചെല്ലുമ്പോൾ ഉണ്ടാവും. അതെ, ആദ്യം ചെല്ലുന്ന കുറച്ച് മണിക്കൂറുകൾ മാത്രം. പിന്നെ ഇപ്പൊ നിങ്ങൾ കാണും അവിടെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ വീട്ടിലല്ല ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്ന പോലെ ചിലപ്പോൾ കുറ്റം പറയും, ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ചിലപ്പോൾ കട്ട് തിന്നും, അല്ലെങ്കിൽ ഇപ്പം ഓരോരോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. മുടി ചീകും, മുടി നിലത്ത് വീഴും, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം നമ്മള് പിന്നീട് ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം മറന്നു തന്നെ ചെയ്യുന്നതാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ജീവിക്കുകയാണ്. അതൊക്കെ നമ്മൾ മറക്കും. ഒരു രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേന് അതെല്ലാം നമ്മൾ മറന്നു പോകും. ഓക്കെ, ഇപ്പോ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ അടങ്ങുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാട്ടോ ഞങ്ങൾക്കിത് മനസ്സിലാകാത്ത. ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നു പോയാൽ അതുപോലെ ആയിരിക്കും, അതുവരെ പെരുമാറാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാ പെരുമാറുന്നത് അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നടക്കുന്നിടയ്ക്ക് ഈ സാധനം ഉണ്ടെന്ന് നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞങ്ങൾക്ക് ആകെപ്പാടെ ബിഗ് ബോസിനോട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ കൺഫെഷൻ റൂമിന്റെ അകത്ത് വന്നാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ പോലും നമുക്കൊരു ക്യാമറയുണ്ട്. അതിൽ നോക്കി നമ്മൾ ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് വിളിച്ച് കഴിയുമ്പോൾ ആ ക്യാമറ നമ്മളെ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത് ക്യാമറ ലെൻസ് ഇങ്ങനെ സൂം ചെയ്യും. സൂം ആയി കഴിയുമ്പോൾ അവിടെ നമ്മൾ പറയാൻ ബിഗ് ബോസ് ഇതുപോലെ അത്യാവശ്യമാണ്, എമർജൻസി ആണ്, മെഡിക്കൽ റൂമിൽ പോകണം എന്ന് പറയുമ്പോൾ ആയിരിക്കും അവര് തിരിച്ച് റെസ്പോൺസ് ഒന്നും തരത്തില്ല. നമ്മളെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും. അതും ബിഗ് ബോസ് നമ്മളോട് സംസാരിക്കുന്നതൊക്കെ പബ്ലിക് ആയിട്ട് തന്നെ ആയിരിക്കും. ഓ നൈസ് നൈസ് നൈസ്. അപ്പോ എന്തായാലും ഇതിനും തൃപ്തികരമായിട്ടുള്ള ഉത്തരം തന്നെയാണ് വിളിച്ച് തന്നിട്ടുള്ളത്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്, പാട്ട് കൊടുക്കാലോ? ഉറപ്പായിട്ടും. ഉത്രാട ദിനത്തിൽ കലക്കൻ പാട്ട് റേഡിയോയിൽ വരുന്നുണ്ട്. ഓണത്തിന്റെ പരിപാടിയൊക്കെ വീട്ടിൽ തകൃതിയായിട്ട് നടക്കട്ടെ. കൂടെ ഞങ്ങളുണ്ട്, ബിൻസി ഉണ്ട്, വിനു ഉണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ല് ഉത്രാടം ദിന പ്രത്യേക പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്ന് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ബിൻസിയുടെ കൂടെ ബിഗ് ബോസിൽ നിന്നെത്തിയ കഥകളൊക്കെ ബിൻസി നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കഥകൾ ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒന്നാമത് നമുക്ക് എഗ്രിമെന്റ് ഉണ്ട്, അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എഗ്രിമെന്റിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല. അതല്ലാണ്ട് നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത സമയത്ത് ആളുകൾക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ടായിരുന്നു. ഇതിപ്പോ രസമുണ്ട്, എനിക്കും പറയാൻ ഒരു പുതുമയൊക്കെ തോന്നുന്നുണ്ട്. 100 മാർക്കിന്റെ പരീക്ഷയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, അറിയാലോ. ഇപ്പൊ ഏറെക്കുറെ ഒരു 9 മാർക്കോളം ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 5 മാർക്കിന്റെ അടുത്ത ചോദ്യം വരുവാണ്. അതായത് പ്രേക്ഷകർ കാണുന്നതിലും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ ബിഗ് ബോസിൽ, അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ കാണുന്നത് തന്നെയാണോ ബിഗ് ബോസ്? അതായത് ബിൻസി ബിഗ് ബോസ് ഇതിന് മുൻപ് കണ്ടിട്ടുണ്ട്, തിരിച്ചു വന്നതിന് ശേഷം ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കാണുന്നതിനും അപ്പുറം ഒരു ശരാശരി മനുഷ്യന്റെ ചോദ്യം ഉണ്ടോ? ഇത് വിനുവിന്റെ ചോദ്യമല്ല, ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണെന്ന് കൂട്ടിക്കോളൂ. ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ആളുകളെ ഒരുപാട് പേര് വന്ന് സെൽഫി എടുക്കുന്നുണ്ട്, സന്തോഷം അറിയിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് രഹസ്യമായിട്ട് ചേച്ചി എന്ന് പറഞ്ഞ ചെവിയിൽ ചോദിക്കുന്ന കാര്യമാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്താണോ കാണുന്നത് അതാണ് ആ വീട്ടിൽ സംഭവിക്കുന്നത്. അതല്ലാണ്ട് ഇപ്പൊ ഓഫ് കോഴ്സ് ഗെയിം പ്ലാൻ ഉള്ളവരുണ്ട്. ഇപ്പം ഇങ്ങനെ ചെയ്യണം എന്നൊരാൾ മനസ്സിൽ വിചാരിച്ച് അവിടെ ആക്ട് ചെയ്യുന്നവരൊക്കെ കാണും, അങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. പക്ഷേ എന്താണോ നിങ്ങൾ കണ്ണിൽ കാണുന്നത് അത് ആ വീട്ടില് ഒരു സ്ക്രിപ്റ്റഡും അല്ല, നമ്മുടെ ഇടയ്ക്ക് നാച്ചുറൽ ആയിട്ട് വന്നു പോണ കാര്യങ്ങളാണ്. അതെല്ലാം കൃത്യമായിട്ട് 24 hours ലൈവിലൂടെ നിങ്ങൾ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അവിടെ ഹിഡൻ ആയിട്ട് ഒരു പരിപാടി നടക്കത്തില്ല, നടത്താൻ ബിഗ് ബോസ് സമ്മതിക്കത്തില്ല, ഒന്ന് മൂളാൻ പോലും പറ്റത്തില്ല. അതാണ് വാഷ്റൂമിൽ പോലും ഒരു മൈക്ക് വെച്ചിരിക്കുന്നത്, ക്യാമറയില്ല മൈക്ക് വെച്ചിരിക്കുന്നത്. ക്യാമറയല്ല മൈക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മളിപ്പോ ക്യാമറയിലൂടെ മാത്രം കണ്ടിട്ടുള്ളതുകൊണ്ട് ഇതിന്റെ ഒരു ഏരിയ, ഇതിന്റെ ഒരു എത്ര സ്ക്വയർ ഫീറ്റ് വരും, അല്ലെങ്കിൽ എത്ര മുറികൾ, എത്ര വലുപ്പത്തിൽ, ഇതൊന്നും ഒരു ശരാശരി മനുഷ്യന് ക്യാമറയിലൂടെ കണ്ടാൽ മനസ്സിലാകില്ല. അതങ്ങനെയുള്ള നമ്മളിപ്പോ പാലത്തിന്റെ ഫോട്ടോ കണ്ടാൽ പാലം എത്ര വലുതാണെന്ന് നമുക്കറിയില്ല. നമ്മൾ പാലത്തിന്റെ ഫോട്ടോ കാണുന്നത് അതിന്റെ ക്ലോസും വൈഡും ഫ്രെയിം കണ്ടാലും നേരിട്ട് പാലത്തിൽ കയറുന്ന ഫീൽ കിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഹൗസിൽ ബിഗ് ബോസ് ഹൗസിന്റെ ഒരു ടൂർ പോലെ ഇതിന്റെ ഈ ചോദ്യത്തിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് ഇത്. അതായത് നേരത്തെ പറഞ്ഞ ഉത്തരം തൃപ്തികരമല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വിശാലമായി ചോദിക്കുന്നു. ഈ ഹൗസിന്റെ ഒരു വലുപ്പത്തെ പറ്റി, എത്ര ഏരിയ ഉണ്ട് എന്നതിനെ പറ്റി, സ്ക്വയർ ഫീറ്റ് പറയണ്ട, കണക്കറിയാത്തോണ്ട് ബിൻസി അത് പറയില്ല. എനിക്ക് കണക്കറിയത്തില്ല എന്നുള്ള കാര്യം ഞാൻ അവിടെ ചെന്നപ്പോൾ സമ്മതിച്ചതാണ്. ബിൻസി കണക്കറിയാത്തതുകൊണ്ട് തന്നെ ബിൻസി എന്താ പറയാ, അറിയാത്ത ചോദിക്കണമല്ലോ. അതുകൊണ്ട് ബിൻസി പലയിടത്തും കണക്ക് ചോദിക്കും, കണക്ക് പറയുന്നവളുമാണ് എന്നാണ് ബിൻസി. കണക്കറിയാത്തതുകൊണ്ടാണ്, തെറ്റിദ്ധരിക്കല്ലേ. അതെ അതെ അതെ. നമ്മള് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നടക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ചില സമയത്ത് ബോംബെയിലാണ്. നമ്മുടെ എന്തായാലും സീസൺ 7 ചെന്നൈയിലായിരുന്നു. അപ്പോൾ വലിയൊരു ഫിലിം സിറ്റിക്കുള്ളിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ ബിഗ് ബോസിൽ നിങ്ങൾ ലാലേട്ടൻ കാണുന്ന ആ ഒരു മെയിൻ സ്റ്റേജിൽ ലാലേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതൊക്കെ എല്ലാം ഒരു കോമ്പൗണ്ടിൽ തന്നെ ആണെങ്കിലും അവിടുന്ന് ഒരു വണ്ടി പിടിച്ച് വേണം അപ്പുറത്ത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്താനായിട്ട്.
ആ ലാലേട്ടൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ലാലേട്ടനോട് സംസാരിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കണ്ണ് കെട്ടും. നമുക്കറിയില്ല, ഇവർ നമ്മളെ ഇപ്പൊ ഡ്രസ്സൊക്കെ ഹെവി ആയതുകൊണ്ട് തന്നെ ഇവരെ തന്നെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അവർ തന്നെയാണ് നമ്മളെ കാറിൽ കയറ്റി ഇരുത്തുന്നത്. ഊട്ടക്കണ്ണിട്ട് പോലും നോക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ നമ്മളെ ഒരു ഇന്നോവ കാറിലാണ്, അതെനിക്കറിയാം, നമുക്ക് കയറി ഇരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. കാറിൽ നമ്മളെ നേരെ കൊണ്ട് ഇറക്കുന്നു. ഇറക്കിയിട്ട് നമ്മുടെ കണ്ണ് അവർ അഴിക്കില്ല, നമ്മുടെ കണ്ണഴിക്കില്ല. നമ്മള് ചെന്ന് അവിടെ നിന്ന് കഴിയുമ്പം ഒരാള് മാസ്ക് ഒക്കെ ഇട്ട ആൾ, അവരുടെ മുഖം ഒരു വ്യക്തമാക്കത്തില്ല, മാസ്ക് ഒക്കെ ഇട്ട ഒരാള് വന്നിട്ട് ഞാനൊന്നും ഇടത്തില്ല. ഫുൾ തമിഴാണല്ലോ, അണ്ണാ എങ്ക പോണണ്ണ എന്ന് ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് കാരണം പിന്നെ ഭയങ്കര പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. പരസ്പരം അവരുടെ പേര് വിളിക്കാറില്ല, പരസ്പരം സംസാരിക്കാറില്ല. ഇത് പണ്ട് കാലത്തെ സിനിമയിലൊക്കെ കൊള്ള സങ്കേതം പോലെ അരണ്ട വെളിച്ചത്തിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. അത്ര പ്രൈവസി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു, ബിഗ് ബോസിൽ നിങ്ങൾ കേറുമ്പം എല്ലാരും നിങ്ങൾക്ക് പരസ്പരം അറിയായിരിക്കുമല്ലോ, ഇത്ര ആൾക്കാരാണ് വരുന്നത്, ആരൊക്കെയാ വരുന്നത്. ഇല്ല, അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിനും, അതായത് കൊച്ചി ബേസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഓരോ ദിവസവും ഓരോ സമയത്ത് ഫ്ലൈറ്റ് ആണ് ഇവർ എടുത്തു കൊടുത്തത്. എന്നിട്ട് ഞങ്ങളെ ഹോട്ടലിൽ കൊണ്ടേ താമസിപ്പിച്ചിട്ട് ഒരു കാരണവശാലോ റൂമിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. പുറത്തിറങ്ങുന്നുണ്ടോ നോക്കാൻ പോലും ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് വീടിന്റെ അകത്ത് പുറത്തു നോക്കും, നോക്കാനുള്ള ആള് പണിയെടുക്കുന്നുണ്ടോ, അയാൾ ഇനി എവിടെയെങ്കിലും പോയോന്ന് അറിയാൻ വേണ്ടി ഞാൻ ജനലിൽ നിന്ന് പുറത്തേക്ക് തലയൊക്കിട്ട് നോക്കും. പക്ഷെ വിജനമായിട്ടുള്ള റോഡ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം നമ്മള് ഫുഡ് പോലും നമുക്ക് അകത്തായിരുന്നു. ഫുഡ് വന്ന് നമ്മുടെ ഡോറിൽ വന്ന് ബെല്ലടിക്കുന്ന സമയത്ത് എന്റെ കൂടെ ചാച്ചൻ ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് വീട്ടിൽ നമുക്ക് ഒരാളെ ക്ലോസ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുപോയിരുന്നു. അപ്പൊ ഞാൻ ചാച്ചനായിട്ടാണ് പോയത്. ആ സമയത്ത് ചാച്ചൻ ഡോർ തുറക്കണം, എന്നെ അവിടെ ഹൈഡ് ചെയ്ത് നിർത്തും. അത്ര പോലും പ്രൈവസിയിലാണ് ഇവർ നമ്മൾ അവിടെ നിർത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഡേ, അതായത് ലോഞ്ച് എപ്പിസോഡ് നമ്മൾ പോകുന്ന സമയത്തും ഓരോ ആളുകൾക്കും ഓരോ ക്യാരവനാണ്. ആ ക്യാരവനിലേക്ക് നമ്മളെ കണ്ണടച്ചാണ് കയറ്റുന്നത്. അതല്ലാണ്ട് അപ്പുറത്താരുണ്ട് ഇപ്പുറത്താരുണ്ട് ഒന്നും അറിയത്തില്ല. ഓരോ ആളുകൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഓരോരോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ക്യാരവനിൽ നമ്മുടെ ഡോറിൽ വന്ന് അവർ വന്ന് തട്ടി നമ്മളെ തുറന്ന് നേരെ കണ്ണടച്ചാണ് കാറിൽ കയറ്റുന്നത്. എന്നിട്ട് നമ്മളെ ലാലേട്ടനെ സ്റ്റേജിൽ കൊണ്ട് നിർത്തുന്നു, അവിടുന്ന് സംസാരിക്കുന്നു, കണ്ണ് കെട്ടി നമ്മളെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് ആദ്യം നമ്മുടെ കയ്യിലേക്ക് തരും. ബിൻസി എന്ന് പേരെഴുതിയ മൈക്ക് കിട്ടി. ആ സമയത്താണ് നമ്മൾ കണ്ണൊക്കെ തുറന്ന് മൈക്കൊക്കെ നോക്കി ഞാനിങ്ങനെ തൊട്ട് മുത്തി ഞാൻ നേരെ ദേഹത്തേക്ക് ഇടുന്നത്. ദേഹത്തേക്ക് ഇട്ട് അവിടെ നിൽക്കുമ്പോൾ പോലും ഇവര് ഫുൾ ഒരു എന്താ പറയുക, ഭയങ്കര പ്രൈവസി. ഇവരൊക്കെ നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു വാക്ക് പോലും നമ്മുടെ അടുത്ത് മിണ്ടത്തില്ല. എന്നിട്ട് നമ്മൾ നേരെ ഡോർ ഇങ്ങനെ തുറന്നിങ്ങനെ തരുന്നു. സ്ലൈഡിംഗ് ഡോർ പോലത്തെ ഒരു സാധനമാണ്. അകത്തേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ ഫുൾ വേറൊരു ലോകമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ലോകമാണ്. നമ്മൾ നേരെ ഞങ്ങൾ കാണുന്നത്. അതെ, അവിടെ തൊട്ടാണ് നിങ്ങൾ കാണുന്നത്. വലിയ ഡോർ തുറന്നു വരുന്നു, ഒരു വലിയ മിററൊക്കെ ഇരിക്കുന്ന പല കളേഴ്സ് ഒക്കെ അടിച്ചിട്ടുള്ള ഡോർ തുറന്ന് പിടിച്ച് അകത്തേക്ക് വരുന്ന പോലെയാണ് ഞങ്ങൾ കാണുന്നത്. അകത്തേക്ക് നേരെ അങ്ങ് കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ജയിലുണ്ട്. എല്ലാ പ്രാവശ്യവും ജയില് നോർമൽ ആയിരുന്നു. ഈ ജയിലിനകത്ത് ഉള്ളിലൊക്കെ കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും ഇത് എന്താണ് സാധനം, ആദ്യം ജയിലാന്ന് നമുക്ക് കത്തുന്നില്ല. നമ്മൾ നേരെ വരുമ്പോൾ ജയിൽ കാണുന്നു. മുൻപിലൂടെ ഇങ്ങനെ കുറച്ചുകൂടെ നടക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് മൈജി കോർണർ ഉണ്ട്. പിന്നെ പണിപ്പുര എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. പണിയായത് കാരണം ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയത് പോലും ഇല്ല. പണിയെടുക്കാൻ പണ്ടേ നമുക്ക് താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കില്ല. ഞാൻ 6ാമത്തെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ നേരെ അകത്തേക്ക് കയറുമ്പോൾ അകത്ത് ആരൊക്കെയോ ഉണ്ട് മിന്നായം പോലെ. നേരെ അകത്തേക്ക് കയറുന്നു. അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്ന കിച്ചൺ ആണ്. നടുക്ക് ഈ വീടിന് ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര വലുതാണ് ഈ വീട്. അത് എത്രത്തോളം മിനുചേട്ടൻ പറഞ്ഞ പോലെ ടിവിക്കകത്ത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഭയങ്കര കളർഫുൾ ആണ് ഈ വീട്. കിച്ചൺ ഇങ്ങനെ ഭയങ്കര വിശാലമായിട്ട് കിടക്കുന്നു. ലിവിംഗ് ഏരിയ ഭയങ്കര 2 സെക്ഷൻ ആയിട്ടാണ്. നമുക്കിങ്ങനെ നടുക്ക് സോഫയുണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ മിണ്ടി. ഇപ്പുറത്ത് നമ്മൾ ലിവിംഗ് ഏരിയ ഒക്കെ കണ്ടു. ബെഡ് നമുക്ക് എല്ലാവർക്കും അടുപ്പിച്ചടുപ്പിച്ചാണ്. എനിക്ക് തോന്നുന്നു പഴയ സീസണൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെഡ്റൂം മാത്രമാണ് കുറച്ച് ഒരു സ്പേസ് കുറഞ്ഞതായിട്ട് തോന്നിയത്. പക്ഷെ എങ്കിലും ഞങ്ങൾക്കത് ഭയങ്കര ലാവിഷായിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ കാര്യം കേട്ടോ പറഞ്ഞത്. ഈ വീടിന് കൂടുതലും ലിവിംഗ് ഏരിയ ആണ് ഇവർ ഭയങ്കര ഭംഗിയായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഷ്റൂം, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം, ഊഞ്ഞാല്, എന്തുകൊണ്ടും ആ വീട് ഭയങ്കര കളർഫുൾ ആണ്, പൊളിയാണ്. എന്റെ ബെഡിൽ നിന്ന് നേരെ മേളിലേക്ക് നോക്കുമ്പോൾ റോസ് കളറിലെ അല്ല ലൈറ്റ് പിങ്ക് കളറിലെ പൂക്കളായിരുന്നു, ഒരു മരമായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു അവിടെ കിടക്കാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഈ ബിൻസി പറഞ്ഞ വിഷ്വൽസും ടി വിയിൽ കണ്ട വിഷ്വൽസും അല്ലെങ്കിൽ സ്ക്രീനിൽ കണ്ടിട്ടുള്ളതും കൂടി ചേർത്ത് വെച്ച് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒന്ന് പോയി കാണണമല്ലോ, ഇതിനകത്തൊന്ന് പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും ആഗ്രഹം വരട്ടെ, ആഗ്രഹം വരുന്നത് നല്ലതാണ്. ഇവിടെ ചോദ്യങ്ങളാണ് നടക്കുന്നത് റേഡിയോയിൽ. ഒരു കാര്യം പറയാൻ, പിന്നെ നമ്മുടെ കൺഫെഷൻ റൂം, അവിടെ പോകാനാണ് എല്ലാവർക്കും ഒരു കൊതി. ബിഗ് ബോസ് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ അങ്ങോട്ട് വിളിപ്പിക്കത്തുള്ളൂ. കൺഫെഷൻ റൂമിന്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ നേരെ ഒരു ഇരുട്ടാണ്. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നേരെ ലെഫ്റ്റ് എടുത്ത് കയറുന്ന സമയത്താണ് ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു സ്പേസ്. നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണത്. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസ് നമ്മളോട് സംസാരിക്കുന്നത്. ബിൻസി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മറ്റേ ഉള്ളിൽ എനിക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റാ, ഭയങ്കര
സ്പെഷ്യൽ ആയിട്ടുള്ള റൂമാണ് കൺഫെഷൻ റൂം. അതിന്റെ ആയിട്ടുള്ള ഭംഗിയും ഒരു വിശാലതയും ഒരു പ്രൗഢിയൊക്കെ അതിനകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്റ്റോർ റൂം, നമ്മൾ ബിഗ് ബോസിനോട് എന്തെങ്കിലും വേണം, അങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും തരത്തില്ല, പക്ഷെ മെഡിസിൻ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് നമുക്ക് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഒരിങ്ങനെ മണിയടിക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ സ്റ്റോർ റൂമിൽ നിന്ന് ചെന്നത് എടുക്കണം. അതാണ് അത്. പിന്നെ ആക്ടിവിറ്റി ഏരിയ ഉണ്ട്, അത് പ്രത്യേക ആക്ടിവിറ്റികൾ അകത്ത് നടക്കുമ്പോൾ മാത്രം ആക്ടിവിറ്റി ഏരിയ തുറന്നു തരും. അതാണ് ആക്ടിവിറ്റി ഏരിയ. പിന്നെ പണിപ്പുര ആയിരുന്നു ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ വെറൈറ്റി. നമ്മുടെ ഡ്രസ്സൊക്കെ അവിടെ ആയിരുന്നു. 10 സെക്കൻഡ് സമയം തരുമ്പോൾ അതിനുള്ളിൽ പോയി ഓടിയെടുക്കണം, കിട്ടുന്നത് ഉടുക്കണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം അറിയുന്തോറും നമ്മളിങ്ങനെ അയ്യോ ഇത് ഇത്രയും വലിയ സംഭവമായിരുന്നോ എന്നുള്ളത് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യ പരീക്ഷയാണ്. ബിൻസിക്ക് 100 മാർക്കിന്റെ ചോദ്യത്തിന്റെ പരീക്ഷയിൽ കുറച്ച് ചോദ്യങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുപാട് വലിയ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സമയം തീരും. സമയം തീർന്നാലും മാർക്ക് കുറയുന്ന ബിൻസിയുടെ തന്നെയാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉത്രാടം ദിന പ്രത്യേക പരിപാടികളിൽ നമ്മളുടെ പ്രിയങ്കരിയായിട്ടുള്ള ബിഗ് ബോസ് ബിൻസി എന്ന് ഇപ്പൊ എല്ലാവരും വിളിക്കുന്ന നമ്മളെ ആർജെ ബിൻസി കൂടെയുണ്ട് കേട്ടോ. അതെ, സുന്ദരിയായിട്ട് മുല്ലപ്പൊക്കെ ചൊരിങ്ങി, അതൊക്കെ എന്താ പറയാത്തെ? അതെ, ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. ബിനു സാറിന് എങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചെന്നെ പറഞ്ഞു വിടണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ഇത് ബിൻസിയെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ്. നടക്കില്ല മോനെ. ഓക്കെ, നടക്കണ്ട. ബിൻസി ഒരിടത്ത് ഇരുന്നോളൂ. മത്സരത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്ന ആളല്ലേ. അപ്പൊ ബിൻസി നമ്മള് ചോദ്യത്തിലേക്ക് പോകും. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത 6 മാർക്ക് ഉള്ള ചോദ്യമാണ്. മാർക്കൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. 3 കാര്യങ്ങൾ പറഞ്ഞാലാണ് 6 മാർക്ക് കിട്ടുന്നത്. 3 ഓരോ സെന്റൻസ് വീതം പറഞ്ഞാൽ മതി. ഓക്കെ, കൂട്ടി പറഞ്ഞാലും 2 മാർക്കേ ഒരെണ്ണത്തിന് തരുള്ളൂ. ഓക്കെ, ബിഗ് ബോസിൽ പോകാൻ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് കുറച്ച് മുൻപേ പറഞ്ഞതൊക്കെ വെച്ച് റൂമിന്റെ വിശാലതയും സെറ്റപ്പും സിസ്റ്റവും ഒക്കെ കാണുമ്പോൾ പലരുടെയും മനസ്സിലൊരു കൊതി വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു വീട് കെട്ടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പോലും പലരും ആലോചിക്കുന്നുണ്ടാവും. ബിഗ് ബോസിൽ പോവാൻ ഇത് കേട്ടിട്ട് തൊട്ട് മുൻപ് പറഞ്ഞ ഇതുവരെ ബിഗ് ബോസ് കണ്ടതിന്റെ വെളിച്ചത്തിൽ വിൻസി പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരാൾക്കൊരു ആഗ്രഹം വന്നാൽ അയാൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്ന നിലയ്ക്ക് വിൻസിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ടിപ്പാണോ? പറഞ്ഞോളൂ. 3 കാര്യം പറയണം. 3-ന് 2 മാർക്ക് വീതം. ഒന്നാമത്തെ കാര്യം, നമ്മൾ മെന്റലി നല്ല പ്രിപ്പയർഡ് ആയിരിക്കണം. അതായത് നമ്മളെ ഇമോഷണൽ കണക്ഷൻസ്, ഫീലിങ്സ് എല്ലാം നമ്മൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചങ്ങ് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അതായത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാരെ മിസ് ചെയ്യും, അല്ലെങ്കിൽ പുറത്ത് എന്തായിരിക്കും നടക്കുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും പാടില്ല. അത് നമ്മൾ മൈൻഡ് സെറ്റാക്കി പോയാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം ഇതൊരു മൈൻഡ് ഗെയിം ആണല്ലോ. നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ മനസ്സ് നിൽക്കണം എന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫിസിക്കൽ ഗെയിംസ് അല്ലെങ്കിൽ ടാസ്കുകൾ മാത്രമല്ല ബിഗ് ബോസ്. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ച് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതായത് ടാസ്കുകളൊക്കെ വരുന്ന സമയത്ത് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും മിക്കവാറും. ഇപ്പൊ എനിക്കൊക്കെ പറ്റിയത് അതാണ്. നമ്മളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉള്ള കാരണം അവർ നമ്മൾ ഇടിച്ചിട്ടായിരിക്കും പോയി എടുക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഞാൻ ആലോചിച്ച കാര്യം, കുറച്ചുകൂടെ ഞാൻ ഫിറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് ഓടി നടന്നതൊക്കെ ചെയ്ത് അവരെയൊക്കെ മറ്റേ കരുത്തോടു കൂടി ഇടിച്ചിട്ട് നമുക്ക് ചെയ്യാം. മാറ്റിയിട്ട് പോയി ചെളി മറ്റേ കുഴ മണ്ണൊക്കെ ഇട്ടുള്ള മഡിന്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ പോയാൽ കുറച്ചുകൂടി രക്ഷപ്പെടാമായിരുന്നു. ഒരു തള്ളു കൊടുത്ത 2 പേരെയൊക്കെ മാറ്റിയിടായിരുന്നു. അങ്ങനെ കൂടെ ഇറങ്ങി കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. പിന്നെ 3-മത്തെ കാര്യം, ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ട് പോകണം. കാരണം കുറെ നാൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. അതെ, നമ്മൾ മൈൻഡ് സെറ്റ് ആക്കി വെച്ചിരിക്കണം. അതായത് ഇനി അങ്ങോട്ട് ഒന്നും കിട്ടത്തില്ല, പട്ടണിയായിരിക്കും. അത് കാരണം ഇഷ്ടപ്പെട്ട ഫുഡ്, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, കുറച്ചാള് ലിപ്സ്റ്റിക് ഒക്കെ ഇടാണ്ട് നടക്കണം, കുറച്ചാൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഒന്നും ഇടാണ്ട് നടക്കണം. ഡ്രസ്സ് ഇടാണ്ടെന്ന് പറഞ്ഞ ഡ്രസ്സ് ആവശ്യത്തിന് ഇടാണ്ട് നടക്കണം. കാരണം എന്ത് വെല്ലുവിളിയും സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് ആയിരിക്കണം. എസ്പെഷ്യലി ഫുഡിന്റെ കാര്യത്തിൽ ഇടി വെക്കുമ്പോൾ ആൾക്കാർ ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇവർ ചപ്പാത്തിയുടെ വിലൊക്കെ വഴക്കുണ്ടാക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചപ്പാത്തിയേ കിട്ടത്തുള്ളൂ. അതിന്റെ കൂടെ നമുക്ക് തക്കാളി, ജസ്റ്റ് പേരിന് തക്കാളി ഇട്ടിട്ട് രസം പോലത്തെ ചാറ് ഞങ്ങൾ വെച്ച് എല്ലാരും പറ്റിക്കും. അപ്പൊ ഒരു ചപ്പാത്തിയൊക്കെ കഴിക്കുക, ഇത്ര നേരം സംസാരിക്കുക, ടാസ്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ചോറിന്റെ കൂടെ നമുക്ക് വെള്ളം നമ്മൾ കൂട്ടി കഞ്ഞിയാക്കിയാ കൊടുക്കുന്നത്. കുറച്ചരി അതിനകത്ത് അബദ്ധത്തിൽ വീണാലായി. അപ്പൊ ഈ ഒരു അവസ്ഥയൊക്കെ നമ്മൾ തരണം ചെയ്യാൻ പഠിച്ചിരിക്കണം. അപ്പൊ മൊത്തത്തിൽ നമ്മൾ പല അവസ്ഥകൾ തരണം ചെയ്യാൻ പഠിക്കണം. 3 എണ്ണം കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും 6 മാർക്ക് ബിൻസിക്ക് കൊടുക്കുവാണ്. റേഡിയോയിൽ പാട്ടുകളാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. ഉത്രാടം ദിനത്തിൽ ബിൻസി ഉണ്ട് റേഡിയോയിൽ. ബിൻസിയോട് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നു. ബിൻസി ചുരുളഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ആളുടെ പേര് വിനു എന്നാണ് കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് പറയും. ഓക്കെ, ബിൻസി 15 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും കേട്ടോ. 1, 2, 5, 6 ഒക്കെ ഇതുവരെ ഞാൻ ജയിച്ചില്ലേ? ഇതുവരെ ജയിച്ചു. 15 മാർക്കിന്റെ ചോദ്യമാണ്. 15 മാർക്കിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ 3 ഉത്തരങ്ങളാണ് പറയേണ്ടത്. 3 ഉത്തരങ്ങൾ പറയണം. ചോദ്യം ഞാൻ ചോദിച്ചോളാം. അപ്പൊ ഒരു ഉത്തരത്തിന് 5 മാർക്ക് ഇതൊന്ന് കൂട്ടിക്കോ. ബിൻസി തിരിച്ചെത്തിയപ്പോൾ ഉണ്ടായ
തിരിച്ചറിവുകൾ, ഇതാണ് ടൈറ്റിൽ. തിരിച്ചെത്തിയപ്പോൾ ഉണ്ടായ തിരിച്ചറിവുകൾ 3 മതി, പക്ഷെ ഒരെണ്ണത്തിന് 5 മാർക്കുണ്ട് എന്ന് വിചാരിച്ച് പറയണം. 1. തിരിച്ചെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഭയങ്കര പാവമായിരുന്നെന്ന്. അതെന്താണെന്നറിയാവോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫോറം മാളിൽ പോയപ്പം എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരാൾ ഇപ്പൊ ഇൻഫ്ലുവൻസർ ആണ്. അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മിൻസി നിന്നെ 3 വർഷം ഞങ്ങൾ സഹിച്ചതല്ലേ, ഇങ്ങനെ ചോദിച്ചേ, നിന്നെ 3 വർഷം ഞങ്ങൾ സഹിച്ചതല്ലേ, നീ ഇത്ര പാവമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ എന്ന്. ശരിക്കും എന്നെ ഒരുപാട് അടുത്തറിയാവുന്ന ആളുകൾ, എന്തിന് റേഡിയോയിൽ വന്നപ്പോൾ പോലും എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞ്, എടി നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന്. അതായത് ആ വീടിനുള്ളിൽ ചെന്നപ്പോൾ ഞാൻ കുറച്ച് സൈലന്റ് ആയിപ്പോയി. സൈലന്റ് ആയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സാഹചര്യങ്ങളെ സമ്മർദ്ദം മൂലമായിരിക്കാം. ഒരുപാട് വഴക്കുണ്ടാക്കി ചുമ്മാ വെറുപ്പിക്കണ്ട, ഞാനായിട്ട് തന്നെ നിൽക്കാന്ന് വിചാരിച്ചായിരിക്കാം. പക്ഷെ പുറത്തുള്ള ഞാൻ കുറച്ചുകൂടെ റിയാക്ട് ചെയ്യുന്ന, വഴക്കുണ്ടാക്കുന്ന, ഇഷ്ടപ്പെട്ടവരോടൊക്കെ ചുമ്മാ അടി ഇടി വഴക്ക് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അതായത് ഞാൻ ഒരു ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ വീട്ടിൽ വളർത്തുന്ന തത്ത എന്നൊക്കെ പറഞ്ഞില്ലേ, വീട്ടിൽ കൂടിന്റെ അകത്ത് വളർത്തുന്ന തത്ത വീടിന്റെ അകത്ത് ഇതുപോലെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലൊക്കെ കലപില്ല, കൂടിനകത്ത് തന്നെ തത്തേനെ വളർത്താൻ പാടില്ല. ഞാൻ പണ്ട് കാലത്തൊരു ഉദാഹരണം പറയുന്നതാണ്. കലപില്ല, ബഹളം, ചിറകിട്ടടിക്കുന്നു, കൂടിട്ട് കറക്കുന്നു, കെട്ടിത്തൂക്കിട്ട് അങ്ങനെ കൂടാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഈ തത്തേനോട് സഹിച്ചു വിട്ട് കഴിഞ്ഞില്ലേ, ഈ തത്തയുടെ ഈ പ്രശ്നങ്ങളും ബഹളങ്ങളും എല്ലാം തീരും. തത്ത എവിടെയെങ്കിലുമൊക്കെ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കും. അതുപോലെ ഇവിടെ ഈ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ആലപ്പുഴയിലും കോട്ടയത്തിലും കൂട്ടിലിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ബിൻസി ഭയങ്കരമായ ബഹളക്കാരി അലമ്പൊക്കെ ആയിരുന്നു. ബിഗ് ബോസ് ചെന്നപ്പോ ബിൻസിയെ നമ്മളിങ്ങനെ ഇത് ഞങ്ങളുടെ ബിൻസി അല്ല, ഇത് വേറെ എന്തോ മരുന്നൊക്കെ കഴിച്ചിട്ടാ ബിൻസി പോയേക്കുന്നതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ബിൻസി എന്തോ ധ്യാനം കൂടിയെന്ന് തോന്നുന്നു. ശരി, ഒരുപാട് പേരിന്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്. ഞാൻ ഭയങ്കര പാവമാണെന്ന് എനിക്ക് മനസ്സിലായി എന്റെ എപ്പിസോഡ്സ് ഒക്കെ കണ്ടപ്പോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഇത്രയും നാള് നമ്മളിങ്ങനെ അതായത് വളർന്നു വന്ന സാഹചര്യമാണെങ്കിലും പഠിച്ചപ്പോഴാണെങ്കിലും ഒക്കെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോ പോട്ടെന്നൊക്കെ പറയുന്ന കുറച്ചാളെ എനിക്കുണ്ടായിരുന്നുള്ളൂ സെലക്റ്റീവായിട്ട്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ആൾക്കാർക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന്. കാരണം എൻ്റെ പഴയ ഫ്രണ്ട്സ്, അതായത് എൻ്റെ കൂടെ PG പഠിച്ച, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയാണ്, ബിൻസി വിളിച്ചിട്ട് പറയുന്നത് ചിലപ്പം അപ്പോഴത്തെ ഒരു ഇതുകൊണ്ടായിരിക്കാം, നമ്മൾ ആശ്വസിപ്പിക്കാനെന്ന് വിചാരിക്കാം. നമ്മൾ മെസ്സേജ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ പോയ സമയം മുതൽ ഇവർ മെസ്സേജ് അയക്കുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അതായത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തടത്തു നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇപ്പൊ ഒരുപാട് പേരുണ്ട് എന്നെ സ്നേഹിക്കാനെന്ന് മനസ്സിലാക്കുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണത്. പിന്നെ അടുത്ത കാര്യം, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഫുഡ് ഇല്ലെങ്കിലൊക്കെ ഞാൻ പുഷ്പം പോലെ ജീവിക്കും. ഫുഡ് ഇല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമേ അല്ല. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെമ്മീനും കക്കാർച്ചയൊക്കെ തന്നെയാണ്. അതൊന്നും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. ലിപ്സ്റ്റിക് ഇല്ലാതെയുള്ള ഒരു ബിൻസി, അത് ഭയങ്കര പാടാണ് രക്ഷപ്പെടാറുണ്ട്. ബിൻസി തന്നെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു കൗണ്ടർ പറഞ്ഞത് ഇവിടെ ഒരുപാട് ഇടങ്ങളിൽ വൈറലായിട്ടുണ്ട്, ഒരുപാട് പേർ ചർച്ച ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പം നമുക്ക് ബിഗ് ബോസിൽ ഷാംപൂ ഇല്ല, നമ്മളെപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇല്ല, മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല. നമ്മൾ 100 ദിവസത്തെ ഉടുപ്പ് ഇവരെ കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ അത്രയും ഡ്രസ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയത്. ആ ഡ്രസ്സ് ഒന്നും ഇടാൻ പറ്റിയില്ല. വീക്കെൻഡിൽ പോലും നമ്മൾ ആഗ്രഹിച്ച് അവിടെ കൊടുത്ത, നമ്മൾ കറക്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ ശനി ഞായർ ഈ ഉടുപ്പ് തരണം എന്ന് പറഞ്ഞ് നമ്മൾ 4 ജോഡി ഉടുപ്പാണ് കൊടുത്തത്. അതുപോലും എനിക്ക് ഇടാൻ പറ്റിയില്ല. ഇറങ്ങുന്ന ദിവസം മാത്രമാണ് എനിക്കൊരു ഉടുപ്പ്, ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയത്. അപ്പൊ അതുപോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഇടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ ഭയങ്കര പാടാന്ന് എനിക്ക് മനസ്സിലായി. അതിപ്പോ കുഴപ്പമില്ല ബിൻസി, ഞാൻ തിരിച്ചറിവുകളുടെ കാര്യമുള്ള ചോദിച്ചത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 15 മാർക്ക് ലഭിക്കുവാണ്. ചുമ്മാ തരുന്നതല്ല, കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞതിന്റെ പേരിൽ തരുന്നു. നമ്മളിപ്പോ ബിൻസി ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാർക്ക് കുറയ്ക്കുമായിരുന്നു കേട്ടോ. അതെനിക്കറിയാം, നിങ്ങൾ കുറയ്ക്കും. ഓക്കെ, റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉത്രാടം ദിന പരിപാടികളിൽ ബിൻസിയോടുള്ള ചോദ്യം ചെയ്യൽ ഒരു പരീക്ഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിൻസിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉത്തരങ്ങൾ ബിൻസി നന്നായിട്ട് തരുന്നുണ്ട്. മാർക്ക് കുറയ്ക്കാൻ പാകത്തിന് ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പാവം, ഞാൻ ആ ഫെബ്രുവരി 24, 2023 റേഡിയോയിൽ വന്നപ്പോൾ വിചാരിച്ചില്ല ഇതുപോലൊരു ചോദ്യം ചെയ്യലിൽ ഇരുന്ന് കൊടുക്കേണ്ടി വരും. ബിൻസിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കാര്യം പറയുന്നത് പോലെ കേട്ടോ. ബിൻസിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. 100 മാർക്കിന്റെ പരീക്ഷയാണ് ബിൻസി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അറിയാലോ ബിൻസി, നമ്മൾ അടുത്തത് ഒരു 10 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് കിടക്കുവാണ്. 10 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോ 2 ഉത്തരങ്ങളാണ് പറയേണ്ടത്. ഒന്നിന് 5 മാർക്ക് വീതം. ബിഗ് ബോസിൽ തിരിച്ചെത്തിയ ബിൻസിക്ക് മാറ്റം വന്ന ഒരു കാര്യം പറയണം, മാറ്റം വരാത്ത ഒരു കാര്യവും പറയണം. മാറ്റം വന്നത്, മാറ്റം വരാത്തതും. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞോളൂ. ഇത് രണ്ടിനും ഇല്ല, നോ എന്ന് പറഞ്ഞ ആൻസറും എടുക്കാം, പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം. ബിഗ് ബോസിൽ തിരിച്ചെത്തിയ ബിൻസിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും. അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഞാൻ ആവശ്യത്തിന് മാത്രമേ ഫോൺ നോക്കത്തുള്ളായിരുന്നുള്ളൂ.
ഇപ്പൊ 2 ആഴ്ച എനിക്ക് ഫോൺ നോക്കാണ്ട് ഞാൻ എവിക്റ്റ് ആയി നാട്ടിലേക്ക് വരുന്ന സമയത്താണ് എന്റെ മൊബൈൽ എന്റെ കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് ഫോൺ നോക്കിയപ്പോൾ സ്ക്രീൻ ഫുള്ള് മഞ്ഞ കളറായിരുന്നു. എനിക്ക് ഫോണിലേക്ക് നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, കോളൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഫോൺ താഴെ വെച്ചിട്ടില്ല. കണ്ണൊന്നും ഓക്കെ ആയി 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് രാവൊന്നും പകലൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ഫോൺ അഡിക്ഷൻ ആയി പോയി. എനിക്ക് എന്തോ ഒരു കൊതിയാണ്, കൊതി തീരുന്നില്ല ഇത് നോക്കിയിട്ടും. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഉറക്കം വന്നിങ്ങനെ കണ്ണടഞ്ഞാൽ പോലും രാവിലെ എണീക്കുമ്പോൾ പോലും ഞാൻ ഫോൺ നോക്കും. അത് ഭയങ്കര ബാഡ് ഹാബിറ്റ് ആണ്. പക്ഷേ ഞാനിപ്പോ ഒരു അഡിക്റ്റ് ആയി പോയി ഫോണിന്. ഓക്കെ, ഒരുപക്ഷെ ഇത്ര നാൾ ഫോൺ ഉപയോഗിക്കാതിരുന്നിട്ടും പിന്നെ ബിൻസി തിരിച്ചെത്തുമ്പോൾ ബിൻസിയോടുള്ള ആളുകളുടെ മെസ്സേജുകളും അല്ലെങ്കിൽ പലയിടങ്ങളിൽ വീഡിയോകൾ, ട്രോളുകൾ, പോസ്റ്ററുകൾ ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം കാണുമ്പോൾ വീണ്ടും അയ്യോ വേറെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് കണ്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഞാൻ കാണാത്ത എന്തെങ്കിലും ഉണ്ടോ, ഈ ഒരു അന്വേഷണം മാത്രമല്ല ഞാൻ നോക്കാറുണ്ട്. റീൽസ്, പാട്ട്, യൂട്യൂബ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട്. ഫോണിനോട് ഭയങ്കര അഡിക്റ്റ് ആയി പോയി ഞാനിപ്പോ. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 25 മണിക്കൂറും ഫോൺ നോക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കണക്കിനകത്തൊരു തെറ്റുണ്ടല്ലോ. അല്ല, അത് മനഃപൂർവ്വം തെറ്റിച്ച ബിൻസിക്ക് കണക്കറിയാൻ പറ്റല്ലോ. ഇതാണ് പറഞ്ഞ ബിൻസി കണക്ക് ചോദിക്കുന്നു. ഇപ്പൊ കണക്ക് വെച്ചില്ലേ? പിന്നെ മാറ്റം വരാത്തത് പഴയ ഞാൻ ആ പഴയ ആള് തന്നെയാണ് എന്ന് തോന്നിയ മേഖല അതിന്റെ സ്വഭാവത്തിൽ തന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. എന്താ പറയാ, ആൾക്കാരെയൊക്കെ കാണുമ്പം എങ്ങനെ മിണ്ടി കത്തി വെച്ച് ചിരിച്ചു കളിച്ച് നടന്നു അതുപോലെ തന്നെ എന്റെ അടുത്ത് എല്ലാവരും പറയും ഒരു മാറ്റവും ഇല്ലല്ലോ, ആ പരിപാടിക്ക് പോയിട്ടെങ്കിലും നിനക്കോർത്ത് ജാടയൊക്കെ ഇട്ടൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ പഴയ പോലെ തന്നെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരാള് തന്നെ. ഓക്കെ, അപ്പോ രണ്ടിനും കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് പാട്ട് കൊടുക്കും കേട്ടോ. ഇത് ചെറിയ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് പാട്ട് വരും, വലിയ ചോദ്യങ്ങൾക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പാട്ട് വരും. എന്തായാലും ബിൻസിയുണ്ട് കൂടെ. ബിൻസിയുടെ പരീക്ഷ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. ഉത്രാടം ദിവസത്തിൽ റേഡിയോയിൽ ബിൻസി ആയിട്ടുള്ള, അതായത് നമ്മളുടെ പ്രിയങ്കരിയായിട്ടുള്ള RJ ബിൻസി ആയിട്ടുള്ള ബിഗ് ബോസിൽ തിരിച്ചെത്തിയ നമ്മളുടെ ബിഗ് ബോസ് ബിൻസി ആയിട്ടുള്ള ഇന്റർവ്യൂ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പരീക്ഷയാണെന്ന് പറഞ്ഞു. 100 മാർക്കിന്റെ പരീക്ഷയാണ്. പരീക്ഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ബിഗ് ബോസിലേക്കുള്ള സെലക്ഷൻ ഇന്റർവ്യൂവിന് പോലും ചോദിച്ചിട്ടുണ്ടായില്ല. ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോ നമ്മള് ഇനി ഈ പറഞ്ഞ പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ മാറും. നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എല്ലാം ഒരേ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കില്ല. ഇനിയിപ്പോ ചോദ്യങ്ങളുടെ രീതികളിൽ അല്പം വ്യത്യാസം വരുവാണ്. എന്തും നേരിടാൻ ഞാൻ തയ്യാറാണ്. ജനറൽ ചോദ്യങ്ങൾ, അതിന്റെ മാർക്ക്, ഉത്തരങ്ങളെല്ലാം കഴിഞ്ഞു. ആ ഒരു സെറ്റപ്പ് കഴിഞ്ഞു കേട്ടോ. ബിൻസിയുടെ ഇഷ്ടങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇഷ്ടം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം പറയണം. അതായത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ കട്ടയ്ക്ക് നിൽക്കുന്ന പെട്ടെന്നുള്ള ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോ 2 സെറ്റാണ് ഈ ഒരു ഇഷ്ടം സെഗ്മെന്റ് വരുന്നത്. ഇതിനകത്ത് ഒരു സെറ്റിന് 5 മാർക്കും അടുത്ത സെറ്റിന് 5 മാർക്കും, അങ്ങനെ 10 മാർക്കിന്റെ ഒരു സെഗ്മെന്റ് ആണ്. ഓക്കെ, എന്റെ ഇഷ്ടം ഞാൻ തുറന്നു പറയൂ. ഉറപ്പായിട്ട് തുറന്നു പറയണം. ചിലത് ഞാൻ വൈ എന്ന് ചോദിക്കും കേട്ടോ, ചിലതിൽ മാത്രം ചോദിക്കും. ഇതാ ശരിക്കും പറഞ്ഞ ബിൻസി പഴയ ബിൻസിയാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ബിൻസി ചോദിക്കും കേട്ടോ, വേഗത്തിലുള്ള ഉത്തരം കേട്ടോ, വേഗത്തിലുള്ള ഉത്തരമാണ്. ഒരുപാട് ആലോചിക്കാൻ ബിൻസി ചിലതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിച്ചൊക്കെ ഉത്തരം പറയുന്ന ആളിലേക്ക് ബിൻസി മാറി. അങ്ങനെ പഴയ ആള് മതി. റെഡി? ഇഷ്ടപ്പെട്ട ഫുഡ്? ചെമ്മീൻ. ഇഷ്ട വാഹനം? എന്റെ കാറ് കർവ്. ഇഷ്ട തീയതി? ഡേറ്റ്? 25/05 എന്റെ ബർത്ത്ഡേ. ഇഷ്ട സിനിമ? പെട്ട് അങ്ങനെ സിനിമ ഉണ്ടോ? പെട്ടെന്ന് ഇഷ്ട സിനിമ എന്ന് ചോദിച്ചാ ഒറ്റ സിനിമ പറയുമ്പോഴോ, ഇല്ലെങ്കിൽ മാർക്ക് കുറയും. റീസെന്റ് കണ്ട ഹൃദയപൂർവ്വം. ഓക്കെ, ഇഷ്ട പാട്ട്? ഇപ്പോഴത്തെ ഇഷ്ടം പറഞ്ഞാൽ മതിയോ? ഇപ്പോഴത്തെ ഇഷ്ടം പറയണ്ട, ഒറ്റ ഇഷ്ടം പറയാം. ഓമൽ താമര പെണ്ണല്ലേ. നടൻ? ലാലേട്ടൻ. ഇഷ്ട നടി? മഞ്ജു വാര്യർ. ഇഷ്ട മലയാള മാസം? മലയാള മാസം. അതേത് മാസം? ഓക്കെ, പഴയ ബിൻസിയായി വരുന്നുണ്ട്. ബിൻസി ആ ട്രാക്കിലേക്ക് എത്തുകൊണ്ട് ഇഷ്ട മലയാള മാസം? മെയ്. ഇഷ്ട മലയാള മാസം മെയ്. ഓക്കെ, ഇഷ്ടപ്പെട്ട TV ഷോ? ബിഗ് ബോസ്. അപ്പോ എനിക്ക് മലയാള മാസത്തിന്റെ 4.5 മാർക്കാണ് കിട്ടുന്നത്. ആദ്യമായിട്ട് ബിൻസിക്ക് 1/2 മാർക്ക് കുറച്ച് കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷത്തിലാണ് ഞാൻ. 4.5 മാർക്ക് അല്ല, 5-ൽ 4 കിട്ടിയുള്ളൂ. ഒരു മാർക്ക് കുറഞ്ഞു. ഇഷ്ടം മലയാള മാസം എന്ന് പറഞ്ഞാൽ എന്താ ബിൻസി? ചിങ്ങം, കന്നി. അതൊന്ന് പറഞ്ഞേ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, മേടം, ഇടവം, ധനു, മൂലം, മകരം, അത്തം, ചിത്തിര, ജ്യോതി, വിശാഖം. വിശാഖം, അനിഴം, പിന്നെ കാസർഗോഡ് ഇല്ല, രോഹിണി, രോഹിണി, ഉജാല, ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ബിൻസി ഇപ്പൊ മലയാള മാസങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോ ഏത് സ്ഥലത്ത് പോയിട്ട് ഇതൊക്കെ എഴുതി ചേർക്കുമെന്നാണ് ബാക്കി എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചിരിക്കൊന്നും വേണ്ടട്ടോ, ആരും ചിരിക്കണ്ട. ഇത് ശരിക്കും നമ്മുടെ ബിൻസി തന്നെയാണ്. ബിൻസി അടുത്ത സെക്കൻഡ് സെഗ്മെന്റിലേക്ക് പോകുന്നുണ്ട്. അടുത്ത 5 മാർക്ക് ഇനി പിടിക്കാം.
വേഗത്തിൽ തന്നെ പറയണം കേട്ടോ. ഇഷ്ട ജംഗ്ഷൻ. ജംഗ്ഷനാ? ആ, ഇഷ്ട- SK ജംഗ്ഷൻ. ഓ, അത് കളക്കി. Thank you. ഇഷ്ട തോട്. ബിൻസിക്ക് ഇഷ്ടപ്പെട്ട തോട്. തോടാ? തോട്. പുഞ്ചപ്പാടത്തുള്ള തോട്. ഓക്കെ. ഇഷ്ടപ്പെട്ട പാലം. ബിൻസിക്ക് ഇഷ്ടപ്പെട്ട പാലം. വേഗം പറയണം. ആലുവ പാലം. ഓക്കെ. ഇഷ്ടപ്പെട്ട ബഹിരാകാശ പേടകം. ചന്ദ്രയാൻ 2. അല്ലേ? ബിൻസിക്ക് ഇഷ്ടപ്പെട്ട വാൽ നക്ഷത്രം. വാൽ നക്ഷത്രമാ? ആ. വെള്ളി നക്ഷത്രം. ഓക്കെ. ബിൻസിക്ക് ഇഷ്ടപ്പെട്ട നിത്യഹരിത വനം. ആമസോൺ ഫോറസ്റ്റ്. ഓക്കെ. വിൻസിക്ക് ഇഷ്ടപ്പെട്ട അണക്കെട്ട് നിർമ്മാണ രാസവസ്തു. സിമന്റ്. ഓക്കെ. വിൻസിക്ക് ഇഷ്ടപ്പെട്ട ഈ സെക്കൻഡ് അവസാന ചോദ്യമാണ്. ഭാഗ്യം. വിൻസിക്ക് ഇഷ്ടപ്പെട്ട നെല്ല് ഇനം. ബസുമതി റൈസ്. ഓക്കെ. റേഷനറി എന്നൊന്നും പറയാൻ ഞാൻ ഭാഗ്യമായി. അപ്പൊ വിൻസി ഈ ഒരു സെഗ്മെന്റിൽ 1 മാർക്ക് കുറയുവാണ്. അപ്പൊ 10-ൽ എന്തിനാ 1 മാർക്ക് കുറഞ്ഞത്? ഒരു മാർക്ക് കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. തൽക്കാലം അതൊന്നും ഞാൻ പറയുന്നില്ല. റേഡിയോ ഒരു പാട്ട് വരുന്നുണ്ട് കേട്ടോ വിൻസിയായിട്ടുള്ള ചോദ്യങ്ങളുടെ. എനിക്ക് ക്ഷീണമുണ്ട്, അത് മാറണം. റൂട്ട് മാറുവാണ്. ലെവൽ 3ലേക്ക് ഇത് മാറുവാണ്. കേട്ടിട്ട് ഫാൻസ് ഒന്നും പോകരുത്. പോകില്ല. അവര് ഉറപ്പിക്കും, ബിൻസിയിൽ നില ഉറപ്പിക്കും. കാരണം മാറ്റമില്ലാതെ ബിൻസി തുടരുന്നു. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM ഉത്രാടം ദിനത്തിൽ നമ്മൾ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള RJ ബിൻസിയുമായിട്ടുള്ള ബിഗ് ബോസ് കഥകൾ തന്നെയാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്കരി എന്നൊന്നും പറയണ്ട. പ്രിയങ്കരി എന്ന് പറയണ്ട. ഈ ഒരു കഴിഞ്ഞ റൗണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ പണി തരാൻ വേണ്ടി എന്നെ ഇവിടെ വിളിച്ചിരുത്തിയതാണ്. ഒരിക്കലും ബിൻസി അങ്ങനെ ആർക്കും പൂട്ടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതുവരെയുള്ള ബിൻസിയുടെ ഇന്റർവ്യൂ. ബിൻസി പുറത്തിറങ്ങിയതിനു ശേഷം പല ചാനലിലും കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടപ്പോൾ ഇവരൊക്കെ എന്തിനാണോ ബിൻസിയോട് ഇത്രയും പാവമായിട്ട് സൗമ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് തോന്നിപ്പോയി. പക്ഷേ നമുക്ക് അങ്ങനത്തെ രീതിയില്ലല്ലോ ബിൻസി. വിനുവിന്റെ റോസ്റ്റിംഗ് ആണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും. എന്തോ വിനുവിന്റെ റോസ്റ്റിംഗ് ആണെന്ന്. ഓ, അങ്ങനെയൊന്നുമില്ല ബിൻസി. അപ്പോ അടുത്ത സെഗ്മെന്റിലേക്ക് തിരിക്കുവാണ്. അന്ത്യമില്ലേ? ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ സെഗ്മെന്റ് കൂടി ഉണ്ട്. അതോട് കഴിഞ്ഞാൽ 100 മാർക്കിന്റെ പരിപാടി തീരുവാണ്. അയ്യോ. ഓക്കെ. അപ്പൊ ആ 100 മാർക്കിനോട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ. ഓക്കെ. ചോദ്യത്തിലേക്ക് എത്തുവാണ്. ഏതെടുത്താലും 10 എന്നാണ് ഇതിന്റെ ടൈറ്റിൽ. ഏതെടുത്താലും 10. അതായത് ഏത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും 10 മാർക്ക് കിട്ടും. 10 മാർക്ക് കിട്ടും. ഓക്കെ. അങ്ങനെയാണ്. അത് ഒരു പക്ഷെ വലുതായിട്ട് പറയേണ്ടി വരില്ല. പക്ഷെ 10 മാർക്ക് തരുവാണ്. ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയ ആളാണല്ലോ. ഓക്കെ. ഞാൻ ആദ്യം 2 സെറ്റ് പറയും, 2 കാര്യങ്ങൾ പറയും. അതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കാം. കേൾക്കുക, പറയുക. ഏതാണ് ഇഷ്ടം? ഇത് ചോദ്യമല്ല കേട്ടോ, ചോദ്യം വരുന്നേ ഉള്ളൂ. പറയാനാണ് ഇഷ്ടം. കേൾക്കാൻ പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരുന്നാ മതിയായിരുന്നു. താങ്കൾ ഒറ്റയ്ക്കിരുന്ന് പറയുമായിരുന്നു. അതൊരു നല്ല ഇതാ. ഞാൻ വെറുതെ മാർക്കൊക്കെ കുറയ്ക്കും കേട്ടോ. മൈനസ് മാർക്ക്. ചോദ്യകർത്താവിനെ അപമാനിച്ചതിന്റെ പേരിൽ ചുമ്മാ മാർക്ക് കുറച്ച് കളയും. ഞാൻ ഭയങ്കര ഉണ്ടെങ്കിലല്ലേ അപമാനിക്കാൻ പറ്റത്തുള്ളൂ. സാറ് ചോദിക്കേ. ഓ ശരി. എന്താ പറഞ്ഞത്? സാറ് ചോദിക്കേ. ഓക്കെ, ചോദിക്കാലോ. അപ്പൊ പറച്ചിലാണ് ബിൻസി ഇഷ്ടം, പറയാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ബിൻസിയുടെ ഒരു പറച്ചിൽ ഉത്തരത്തിലേക്ക് വേണ്ടിയാണ് കേട്ടോ ബിൻസി പറഞ്ഞ ഒരു കാര്യത്തിലോട്ടേക്കാണ് ചോദ്യം എത്തുന്നത്. ബിൻസി ബിഗ് ബോസിലേക്കുള്ള ഫൈനൽ ഓഡീഷനിൽ വിധികർത്താക്കളെ പറഞ്ഞിരുത്തിയത് എന്ത് കാര്യം പറഞ്ഞിട്ടാണ്? അവർ പറഞ്ഞിരുന്നു പോയത് എന്ത് പറഞ്ഞപ്പോഴാണ്? അവരെനിക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും കുറച്ച് ആനിമൽസിന്റെ പേര് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അവരെ മീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ ഇന്റർവ്യൂവിന് മാത്രമാണ് ഞാൻ അവരെ നേരിട്ട് കാണുന്നത്. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് ഈ ആനിമൽസിന്റെ പേര് ഓരോരുത്തർക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നെ കാരണം പറയാൻ പറഞ്ഞു. വൻ കോമഡി ആയിരുന്നത്. കാരണം ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ആൾക്കാരാണ്. അവരുടെ സ്വഭാവമോ അവരെന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഈ പറഞ്ഞ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുതിർന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ നിൽക്കുന്ന ആളുകളാണ്. അതെ, ഇവരെല്ലാവരും നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഏറ്റവും മികച്ച ഷോകളുടെ പ്രൊഡ്യൂസേഴ്സ് ആണ്. അതെനിക്കറിയാം. സെർഗോ സാറിനെയൊക്കെ എനിക്കറിയാം, അഞ്ജന മാമിനെ എനിക്കറിയാം. ബാക്കിയുള്ളവരൊക്കെ ഏറ്റവും ഏഷ്യാനെറ്റിന്റെ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരെയൊക്കെ പെട്ടെന്ന് ഒരു ഡോഗ് എന്ന് പറയുന്നു, ഡോങ്കി എന്ന് പറയുന്നു, മങ്കി എന്ന് പറയുന്നു, ക്യാരക്ടർ വന്നിട്ട് അവരൊക്കെ ഇതിനകത്ത് ഇതാണ് റീസൺ പറയാൻ പറഞ്ഞു. ഞാനാരോ മോള്, ഞാനങ്ങ് പറഞ്ഞില്ലേ, ഞാൻ ഒറ്റ പ്രാവശ്യം അവരെ കണ്ടിട്ടുള്ളെങ്കിലും ഞാൻ അങ്ങ് വെച്ചങ്ങ് കാച്ചി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരൊക്കെ കുറച്ചേരി ഇവൾ എന്ത് സാധനമാണേ എന്ന് വിചാരിച്ച് ഇരുന്നങ്ങ് ചിരിയോടെ ചിരിയായിരുന്നു. അത് കഴിഞ്ഞപ്പോ എനിക്ക് സെലക്ഷൻ കിട്ടി. അതൊരു വൻ സാധനമായിട്ടുണ്ട്. 10 മാർക്ക് ഇപ്പൊ തന്നെ കിട്ടുവാണ്. ഇത് മാത്രമല്ലായിരുന്നു കേട്ടോ, ശരിക്കും ഒരുപാട് കഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞ് ചിരിച്ച് ഇരുന്നു പോയത് ഈ ഒരു കാര്യത്തിൽ. ചിരിച്ചിരുത്തിയിട്ടുണ്ടല്ലോ, പറഞ്ഞിരുത്തിയിട്ടുണ്ടല്ലോ. അതെ. ഇപ്പൊ കേൾവി ഇഷ്ടമല്ല, പറച്ചിലാണ് ഇഷ്ടമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ കേൾവിയുടെ ചോദ്യം കൂടി ചോദിച്ചിട്ട് പോവുള്ളൂ. ഓക്കെ. ബിഗ് ബോസിൽ ബിൻസി കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം ആരുടേതാണ്? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ലാലേട്ടന്റെ. അതിനകത്ത് ഇപ്പോ തർക്കമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ലാലേട്ടന്റെ ശബ്ദം. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എന്ന് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇനി കണ്ടസ്റ്റൻസ് മെൻഷൻ ചെയ്താലോ? ഞാൻ കണ്ടസ്റ്റൻസിനെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇഷ്ടമുള്ള ആളെ അല്ലോട്ടോ ചോദിക്കുന്നത്. ശബ്ദം, നമ്മൾ റേഡിയോ ആയതുകൊണ്ട് നമ്മൾ ശബ്ദത്തെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ബിൻസിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദം, അതായത് ഒരുപാട് പേർക്ക് പല ശബ്ദങ്ങൾ ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ടാവും. പറഞ്ഞോളൂ.
എനിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദം അനീഷേട്ടൻ്റെയാണ്. അനീഷേട്ടൻ എല്ലാവരെയും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം തന്നെ പിന്നെ പറഞ്ഞ് എപ്പോഴും വീട്ടിലൂടെ നടക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ഒരു തൃശ്ശൂർക്കാരനാണ്. അപ്പൊ നമുക്ക് ഭയങ്കര സ്നേഹത്തോടു കൂടി പുള്ളി ഇരിക്കുന്ന സമയത്ത് ആ ഒരു തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിക്കും. അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. പുള്ളി നല്ലൊരു മനുഷ്യനാണെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് കഴിഞ്ഞ് സെക്കൻഡ്സിനുള്ളിൽ പുള്ളിയുടെ സ്വഭാവം മാറും, അത് വേറെ കാര്യം. പക്ഷെ അനീഷിന്റെ സംസാരം കേൾക്കാനും ആ ശബ്ദം ഭയങ്കര സ്ലോ ആയിട്ട് സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. ഒരുപാട് പേര് അത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കൊള്ളാം. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. ഉത്രാടം ദിനത്തിൽ നമ്മളെ കൂടെ RJ ബിൻസി ഉണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് ബിൻസി ഉണ്ട്, എന്ത് വേണമെങ്കിലും പറയാം. പ്രിയപ്പെട്ട ബിൻസി ഉണ്ട് എന്ന് പറയാം. ബിൻസി പരീക്ഷയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാലോ. ഓക്കെ, അടുത്ത സെറ്റിലേക്ക് പോകണം. 19-20 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് ചിരി, കരച്ചിൽ, ഇഷ്ടമുള്ളത് എടുക്കാം. കരച്ചിൽ പിടിക്കാം. ഓക്കെ, നൈസ്. ഞാനും ബിൻസി അത് തന്നെ എടുക്കുമെന്ന് വിചാരിച്ചു. ബിഗ് ബോസ് അനുഭവങ്ങളിൽ, അതായത് ബിഗ് ബോസ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോക്സിലേക്കുള്ള സെലക്ഷൻ കിട്ടുന്നത് മുതൽ ഇവിടം വരെയുള്ളതാണ് അനുഭവം. ബിഗ് ബോസ് അനുഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിൻസി കരഞ്ഞ ഒരു സംഭവം, ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ചത് ലെങ്ത്തിൽ കരഞ്ഞു എന്നല്ല, അതൊരു കരച്ചിലായിരുന്നു. അങ്ങനെ തോന്നിയ കരച്ചിൽ ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഞാൻ അങ്ങനെ വലുതായിട്ട് കരയാത്ത ആളാണ്. പക്ഷേ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഒരുപാട് സന്തോഷം വന്നു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോവും. പിന്നെ നമ്മള് സങ്കടം ഇങ്ങനെ കടിച്ചു പിടിച്ച് നമ്മൾ നിൽക്കും, എങ്കിലും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും കരഞ്ഞു. അത് ഭയങ്കര റയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ഇവിടുന്ന് നമ്മുടെ പ്രൊഫൈൽ ഷൂട്ടിന് വേണ്ടിയിട്ട് കോട്ടയമാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പൊ കോട്ടയത്ത് വന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര രഹസ്യമായിട്ട് ഇവര് ഷൂട്ട് ചെയ്തിട്ട് പോയി. അപ്പൊ നമ്മുടെ മാതാനത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു എന്തിന്റെ ഷൂട്ടാന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു സീരിയലാണ്, പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് പ്രൈവസി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ പ്രമോഡൊക്കെ ലാസ്റ്റ് എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. അപ്പൊ ഞാനും ചാച്ചനും അമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചാച്ചന്റെ ഓട്ടോയിൽ കയറി ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം ഔസേപ്പിതാവിന്റെ കുരിശടിയിൽ പോയി നിൽക്കുകയാണ്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ എന്റെ അടുത്ത് പറഞ്ഞു, ചാച്ചൻ ഇത് മോൾക്ക് കൊടുക്കണം. മോള് ഞെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഫുൾ ക്യാമറ ഇങ്ങനെ നമ്മളെ ക്ലോസ് ഒക്കെ വന്നിരിക്കുകയാണ്, എന്താണ് എന്റെ റിയാക്ഷൻ എന്ന് കാണാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു സാധനമാണ്. അപ്പൊ സ്ക്വയറിലുള്ള ഒരു കവർ ആകണ്ട. അപ്പൊ ഞാനോടത്തിന് ഫോട്ടോ എങ്ങാനും ഫ്രെയിം ചെയ്ത് ഇവർ തന്നതാണോ, നമുക്കറിയില്ലല്ലോ എന്താണെന്നുള്ളത്. അപ്പം നേരെ ചാച്ചൻ ഇത് എന്റെ കയ്യിലോട്ട് തരുവാണ്. ഞാനത് ഓപ്പൺ ചെയ്യാൻ പറയുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു എൻവലപ്പ്, അതിനകത്ത് നേരെ ഒരു ബ്ലാക്ക് കളറിലെ കാർഡാണ്. കാർഡിൽ ഇങ്ങനെ ലാലേട്ടൻ്റെ ഒരു കിടുക്കനൊരു മാസ് ഫോട്ടോ. എന്നിട്ട് ബിഗ് ബോസ് സീസൺ 7 സ്വാഗതം, ഹൃദയപൂർവ്വം ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു സാധനം. ആ ഹൃദയപൂർവ്വം ലാലേട്ടനിൽ ഞാൻ വീണു. ഞാൻ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ക്യാമറ ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് റിയാക്ഷൻ ഒന്നും ഇല്ല, കട്ട് എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം. പക്ഷെ അതിനു മുമ്പേ എന്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വരികയാണ്. ഇവർക്കത് കാണാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങ് ഒരു കരച്ചിലായിരുന്നു. അത് സന്തോഷം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ വന്ന് ഇങ്ങനെ പൊട്ടി നിൽക്കുകയാണ്. ഒരുപാട് വർഷമായിട്ട് നമ്മൾ ഇതിനു വേണ്ടി അല്ലെ ബിഗ് ബോസിന് പോകണമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു, സ്വപ്നം കാണുന്നു. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ലാലേട്ടന്റെ ഒരു സൈനോട് കൂടിയൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടല്ലോ. ഒഫീഷ്യലി നമ്മളെ ബിഗ് ബോസിലേക്ക് വെൽക്കം ചെയ്തൊരു സാധനം കയ്യിൽ കിട്ടുന്നു, അത് ചാച്ചൻ തരുന്നു. ഞാൻ അവിടെ ഇരുന്നങ്ങ് കരഞ്ഞു പോയി. ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചാച്ചൻ ഇറങ്ങി വന്ന് ചാച്ചനും കരഞ്ഞു കെട്ടിപ്പിടിച്ച്. നമ്മള് ക്യാമറയാണ് ഷൂട്ടാണെന്നൊന്നും ആലോചിക്കുന്നില്ല. നേരെ ഔസേപ്പിതാവിന്റെ സ്റ്റെപ്പിൽ എന്റെ അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മേനെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പിന്നെ അങ്ങോട്ടൊരു കൂട്ടക്കരച്ചിലായിരുന്നു. അതാണ് ബിഗ് ബോസ് ഓർമ്മയിലെ ആദ്യ കരച്ചില്. അതാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചിരി വിട്ട് കളഞ്ഞു, ചിരിയിലേക്ക് തിരിച്ചു വരുവാണ്. ഓക്കെ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിൻസി ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു കാര്യം, ഒരു സംഭവം പറയാമോ? ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്ടഹാസമൊന്നുമല്ല, ചിരിച്ചത് എന്തായിരുന്നു, എന്തിനായിരുന്നു എന്നുള്ളത് പറഞ്ഞാൽ മതി. ബിഗ് ബോസിൽ എല്ലാവർക്കും അറിയാം, നമ്മള് ബിഗ് ബോസിൽ പകൽ സമയങ്ങളിൽ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ അത് പണിയാണ്. ആരുറങ്ങുന്നോ ആ ഉറങ്ങുന്ന ആളെ എണീപ്പിക്കാനായിട്ട് പട്ടി കുരച്ചോണ്ടേയിരിക്കും. നമ്മൾ ഞെട്ടി എണീക്കുന്നു. അപ്പൊ നമുക്കൊരു ഫണ്ണായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ ഓരോരോ പോയിന്റ്സ് കട്ടാവുകയാണ്. ഈ പോയിന്റ്സ് കട്ടാവുന്നത് നമുക്ക് കിട്ടാനുള്ള ഫുഡിൽ നിന്നാണ് ഇവരത് എടുക്കുന്നത്. അപ്പൊ ഒരാഴ്ചത്തേക്ക് ഒരു 10 മുട്ട ഉണ്ടെങ്കിൽ ആ 10 മുട്ട ഇവരെടുക്കും, പിന്നെ തരത്തില്ല. അപ്പം ഞാനാണ് ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായിട്ട് ഈ സീസൺ 7 ആദ്യം കിടന്നുറങ്ങി പട്ടി കുരപ്പിച്ച ആള് ഞാനാണ്. അപ്പം ആ സമയത്ത് ബിഗ് ബോസിൽ ആദ്യമായിട്ട് പട്ടി കുരപ്പിച്ച ആള് ബിൻസിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം നമ്മളിങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കുവാണല്ലോ ഈ പരിപാടി. അപ്പൊ ആ സമയത്ത് നമ്മൾക്കിടയിൽ ഉണ്ടായ ഒരു ട്രോളാണേ, അത് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. ഞാനത് ബിൻസിയോട് നേരിട്ട് പറയും. ഇതുവരെ പറഞ്ഞില്ല കേട്ടോ, ശരിക്കും പറഞ്ഞിട്ടില്ല. നമ്മൾ ബിൻസി ഏതൊരിടത്ത് ചെന്നാലും ആ സ്ഥലത്തെ സംവിധാനങ്ങളെല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ബിൻസി ആ സ്ഥലത്ത് ഇടപെടില്ല. അത് റേഡിയോയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോ
ബിഗ് ബോസ് ഹൗസിൽ ചെന്നതിന് ശേഷം അവിടെ പട്ടി കുരയ്ക്കുന്നുണ്ടോ, ഇങ്ങനത്തെ ഒരു സംവിധാനം ഈ വർഷവും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇറങ്ങിയതാണ് ബിൻസി എന്നുള്ളത് ഒരു പക്ഷം. ഇതിന്റെ തന്നെ ഈ ട്രോളിന്റെ ഒരു വേഷം 2 ഉണ്ട്. അതിങ്ങനെയാണ്. ഇപ്പൊ ബിൻസിക്ക് വീട്ടുകാരെ എല്ലാവരും മിസ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഈ മിസ് ചെയ്ത് തുടങ്ങിയ കാര്യം ഏതെങ്കിലും ഒരു പ്രസൻസിൽ തിരിച്ചെത്തിക്കാൻ പറ്റുമോ എന്ന് ബിൻസിയുടെ ആ ഒരു ഗൂഢ ബുദ്ധിയുടെ ഭാഗമായിട്ട് ബിൻസിയുടെ വീട്ടിൽ 2 ഓമനിച്ച് വളർത്തുന്ന 2 പട്ടിക്കുട്ടികൾ. അയ്യോ അതെ എന്റെ മരിയെന്ന് പറഞ്ഞ അനിയത്തിക്കാട്ടിലും നമ്മൾ കെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഹാബിയും കുഞ്ഞിയും. അപ്പൊ ഈ എന്തെങ്കിലും എനിക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു ശബ്ദം ഇതിനകത്ത് എനിക്ക് കേൾക്കാൻ പറ്റുമോ എന്നുള്ള ബിൻസിയുടെ അന്വേഷണവും ആലോചനയുമാണ് ബിൻസി ഉറങ്ങാൻ പ്രേരിപ്പിച്ചതും ഉറങ്ങിയപ്പോൾ ഇതുപോലെ ഒരു പട്ടിക്കുട്ടിയുടെ ശബ്ദം കേൾപ്പിച്ചത്. അപ്പൊ ബിൻസിക്ക് ഓക്കെ ശരിയാണ്, ഹാബിയുടെ ശബ്ദവുമായിട്ട് അല്പം സാമ്യമുള്ള ഒരു ഒച്ച എനിക്ക് കേൾക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു മിസ്സിംഗ് മാറാൻ വേണ്ടി അതെ 2 ട്രോളുകളാണ് ഞങ്ങൾ ആ സമയത്ത് ഓടിച്ചുകൊണ്ടിരുന്നത്. നന്നായി, അത് ഏറെക്കുറെ ശരിയാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ചിരി വരുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ചെല്ലുന്ന കയറി നിങ്ങൾ കാണുന്ന എപ്പിസോഡ് ഒക്കെ സംഭവിക്കുന്നത് വെളുപ്പിന് 3 മണിക്കാണ്. അപ്പൊ അത്രയും വെളുപ്പിനാണ് സംഭവിക്കുന്നത്. കാരണം നമ്മൾ അർദ്ധരാത്രിയാണ് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവർക്ക് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം രാത്രി 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വെളുപ്പിന് നമ്മൾ കയറുന്നു. അന്ന് തന്നെ നമുക്ക് ടാസ്ക് വരുന്നു, ബാഡ്ജ് തട്ടിപ്പറിക്കുക എന്നുള്ള ടാസ്ക് ആയിരുന്നു നമുക്ക്. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് കിടന്നുറങ്ങി. വീണ്ടും ഒരു വെട്ടം വീണ സമയത്ത് ബിഗ് ബോസ് നമ്മളെ പാട്ട് വെച്ച് എണീപ്പിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ദിവസമാണ്, എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ്, ഓടിച്ചാടി നമ്മൾ എണീറ്റ് പോകുന്നുണ്ട്. അപ്പോഴും എല്ലാവരുടെയും കണ്ടിങ്ങനെ തൂങ്ങിയിരിക്കുകയാണ്. ആ ദിവസമാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഉറങ്ങി ഞെട്ടി എണീറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എന്താ നമ്മുടെ പോയിന്റ് കട്ടാവും. പക്ഷെ എങ്കിലും ഒരു ചിരിയായിരുന്നു. ഞാനും ചിരിച്ചു പോയി. കാരണം ആദ്യമായിട്ട് കിടന്നുറങ്ങി പണി മേടിക്കുന്നതാണല്ലോ. ആ ദിവസം തന്നെയാണ് ഞാൻ എൻ്റെ ഉറക്കം കാരണം ഒരുപാട് പേരെ നോമിനേറ്റ് ചെയ്തു. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ ടാസ്കിൽ എനിക്ക് 4 ദിവസം പുറത്ത് പോയി കൊതുകടി കൊണ്ട് കിടന്ന് ഉറങ്ങേണ്ടി വന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ബിൻസിക്ക് നല്ല മാർക്ക് ഈ ഒരു പരീക്ഷയിൽ ഉറപ്പായിട്ടും ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും. താങ്ക് യു. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ടേ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. ഉത്രാട ദിനത്തിൽ ബിൻസിയുണ്ട് നമ്മളുടെ കൂടെ. ബിൻസി ബിഗ് ബോസ് കഥകളൊക്കെ ഓരോന്നായിട്ട് ചുരുൾ അഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അഴിക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഞാനായിട്ട് അഴിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നടക്കുന്നത് കേട്ടോ. എത്ര മനോഹരമായ ആചാരങ്ങൾ. 100 മാർക്കിന്റെ പരീക്ഷ ഏറെക്കുറെ 100 മാർക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കേട്ടോ. ഓക്കെ ബിൻസി, അപ്പോ നേരത്തെ ആ ഒരു ഏതെടുത്താലും 10 അതിന്റെ തന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. വാങ്ങുക, കൊടുക്കുക, ഇതിനകത്ത് ഏതെടുക്കും? വാങ്ങുക, കൊടുക്കുക, 2 സെറ്റ് ഉണ്ട്. അതിനകത്ത് ഏതാണ് എടുക്കാൻ പറ്റുന്നത്? കൊണ്ടും കൊടുത്തും അറപ്പ് മാറാത്തവളാണ് RJ ബിൻസി. ഓക്കെ, അത് കാരണം കൊടുക്കാം. ബിഗ് ബോസിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ബിൻസിക്ക് വന്ന മെസ്സേജുകളിൽ എത്ര എണ്ണത്തിന് മറുപടി കൊടുത്തു? കൊടുക്കുകയാണല്ലോ. അയ്യോ, ഞാൻ വിചാരിക്കാത്ത അത്രയും മെസ്സേജ് എനിക്ക് വന്ന്. വാട്സാപ്പിലെ ഓൾമോസ്റ്റ് ഒരു 90% മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് വേറൊരു നമ്പർ ഞാൻ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ വന്ന കോൾസ് എല്ലാം ഞാൻ തിരിച്ചു വിളിച്ചിട്ടുമുണ്ട്. ഇൻസ്റ്റഗ്രാം ഞാൻ തൊട്ടിട്ടില്ല. ഇല്ല, ഇനിയും ഇത് ഇത്രയും ചെയ്തപ്പോൾ ഇത്ര നാളുകൾ കഴിഞ്ഞു. അതെ, സത്യം. കാരണം ഒരുപാട് പേരോട് വിളിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ തന്നെ നമ്മൾ അടുത്ത ആളെ വിളിക്കുന്നു. ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിലും കുറേ സമയം ഇതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളും അങ്ങനെ ഫുൾ ഓട്ടം ആയതുകൊണ്ടാണ് ഇൻസ്റ്റയിൽ ഇനിയും മെസ്സേജിന് മറുപടി കൊടുക്കാനുണ്ട്. അതാണ് സത്യം. ഓക്കെ, ഇനിയും മറുപടി കൊടുക്കാനുണ്ട്. ഓക്കെ, അത് പ്രശ്നമില്ല. ഇനിയിപ്പോ നമ്മൾ വാങ്ങുകയിലേക്ക് തിരിച്ചെത്തുവാണ്. ബിഗ് ബോസിൽ പോകാൻ വേണ്ടി എത്ര സെറ്റ് ഓഫ് ഡ്രസ് വാങ്ങി? നമ്പർ എണ്ണമില്ലെന്ന് പറഞ്ഞാൽ എണ്ണമില്ല. അത്രയും ഡ്രസ് വാങ്ങി. ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഏറെക്കുറെ മനസ്സിലാകാൻ വേണ്ടി എണ്ണമില്ലെന്ന് പറഞ്ഞാലും അതൊരു നമ്പറിലേക്ക് എത്തണമല്ലോ. ഞാൻ ചുമ്മാ ചോദിക്കാം, 30 താഴെ, 50 താഴെ, അല്ലെങ്കിൽ 100 താഴെ, ഇതിനകത്ത് ഏത് പിടിക്കാൻ പറ്റും? ഒരു 70 ജോഡി. അതെ 70 സെറ്റ് ഡ്രസ്. അതെ, 70 or 60 അത്രയും ഡ്രസ് വാങ്ങേണ്ടി വന്നു. അതായത് നമ്മുടെ ആദ്യം 2 വീക്സിനുള്ള ഡ്രസ് എടുത്തിട്ട് ബാക്കി എല്ലാം ഇവിടുത്തെ കൊറിയർ അയക്കാനായിട്ടൊരു സിസ്റ്റം ഇവര് ചെയ്തു തരാന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മുടെ വിളിച്ചിട്ട് പറഞ്ഞു 100 ദിവസത്തേക്കുള്ള ഉടുപ്പ് കംപ്ലീറ്റ്. അങ്ങനെ സാധാരണ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഡ്രസ് വേണം ബിഗ് ബോസിൽ ചെന്നാൽ. ഉറപ്പായിട്ടും. ശരി. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഡ്രസ് മാത്രമല്ല, അതിന് ചേർന്ന മാല, വള, കമ്മൽ സാധനങ്ങൾ എല്ലാം. ലിപ്സ്റ്റിക് വേണം. ബിൻസി ഒരു ലോഡ് ലിപ്സ്റ്റിക് കൊണ്ടുപോയിട്ടാണ് ഒന്നുപോലും അവർ ബിൻസിക്ക് കൊടുക്കാതിരുന്നത് ഓർക്കുമ്പോഴാണ്. അതെ, ഭയങ്കര വിഷമമായിരുന്നു. ഒരു മനുഷ്യനാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നത്. പിന്നെ ഉറപ്പായിട്ടും. ഓക്കെ, കാരണം ഈ ബാഗിന്റെ അകത്ത് എത്ര ദിവസം എന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തിറങ്ങാതിരിക്കും. അതുപോലെ കുറെ ചെരുപ്പുകൾ, സാധനങ്ങൾ. എനിക്ക് ട്രോള് വരെ വന്നിട്ട് ചെരുപ്പിന്റെ പേരിൽ. ഞാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെരുപ്പൊക്കെ മേടിച്ചിട്ടാണ് പോയത്. അതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല. കുഴപ്പമില്ല. ഓക്കെ, ബിൻസി, അസൂയ, അഭിമാനം, ഈ രണ്ടിൽ ഏതെടുക്കും? അഭിമാനം ഉള്ളവളാണ് ഞാൻ, അത് കാരണം അസൂയ എടുക്കാം. ഓക്കെ, ഉറപ്പായിട്ടും. അപ്പോ ബിഗ് ബോസ് ഹൗസിൽ അസൂയ തോന്നിയത്, ലാലേട്ടന്റെ പേര് പറയരുത് കേട്ടോ, ലാലേട്ടൻ നമ്മൾ മത്സരിപ്പിക്കുന്നില്ല. ലാലേട്ടൻ അവിടെ നിന്നോട്ടെ. ബിഗ് ബോസ് ഹൗസിൽ അസൂയ തോന്നിയത് ആരോട്?
അത് ഭയങ്കര രസമായിട്ടുള്ളൊരു അസൂയാണിത്. അതായത് നെവിനോട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്, ഒരുപാട് പേരെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്, എനിക്ക് ഭയങ്കര രസമായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതൊക്കെ എന്റെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് പേര് എന്റെ അടുത്ത് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എനിക്കൊരു ദേഷ്യം അല്ലെങ്കിൽ ഇഷ്ടക്കേടൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ച് അതങ്ങനെ ഹാപ്പി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, ഞാനത് പ്രകടിപ്പിക്കും. പക്ഷെ നെവിനെ സംബന്ധിച്ച് നെവിൻ അത്ര പൊട്ടി പൊളിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഫുള്ള് ചിരി കളി കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 24 hours ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള വലിയ വിഷയമാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ മാത്രം ഇവ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കൊണ്ട് സംസാരിച്ചവൻ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫണ്ണായി മാറും. അത്രമേൽ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഫണ്ണാക്കി കാണാനുള്ള ഒരു കഴിവ് ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് അടിക്കുമെങ്കിലും സംടൈംസ് അത് ഭയങ്കര ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ നെവിനിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ബിൻസി ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഭംഗിയായി മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 100 മാർക്കിന്റെ പരീക്ഷ അടുത്തൊരു സെറ്റോട് കൂടി തീരുവാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. അഭിമാനം ചോദിക്കുന്നില്ലേ? അഭിമാനം ചോദിക്കാൻ വിട്ടുപോയി. ഓക്കെ, ഞാൻ ഓർമ്മിപ്പിക്കണം. ചില പരീക്ഷ പേപ്പർ ചോദ്യ പേപ്പർ ഉണ്ടാക്കിയ ആൾ. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അഭിമാനം തോന്നിയ ഒരു നിമിഷം പറയാവോ? ബിൻസിക്ക് ബിൻസി തോന്നി. എന്നെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് എല്ലാം അറിയാം, ഈ കൈ കൊണ്ട് ഒരു ചായ പോലും വെച്ച് കുടിക്കാത്ത ആളാണ് ഞാനെന്നുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മള് ഹോസ്റ്റലിലൊക്കെ നിന്നു, ഇപ്പൊ കുക്കിംഗ് ഒന്നും പഠിക്കാൻ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ന്യൂയോർക്കിലായിരുന്നല്ലോ ജനിച്ചു വളർന്നത്. അപ്പൊ അവിടേക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങളില്ല. അവിടെ ഇതുപോലെ രാവിലത്തെ ഭക്ഷണം കുഴിച്ചെടുക്കും, ഉച്ചക്കത്തെ ഭക്ഷണം ഒഴുകി കിട്ടും, വൈകുന്നേരത്തെ ഭക്ഷണം മഴയത്ത് വന്ന് വീഴും, ആലിപ്പഴം പോലെ. അങ്ങനെയൊന്നുമല്ല. അപ്പം എനിക്ക് ഈ PG പഠിക്കുന്ന സമയത്താണെങ്കിലും ഹോസ്റ്റലിലാണ്, ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അതിന് മുമ്പൊക്കെ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ്. സ്പെഷ്യൽ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ട്യൂഷൻ തീരെ പഠിക്കാത്തവരെ വിടുന്ന ഒരു പരിപാടിയുടെ പേരാണ് എന്തെങ്കിലും ആട്ടെ. അപ്പൊ എന്തായാലും അതിനിടയ്ക്ക് കുക്കിംഗ് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ റേഡിയോയിൽ വന്നപ്പോഴാണെങ്കിൽ നമുക്ക് മെസ് ഉണ്ട്, സോ അവിടെ പോയി കഴിക്കാം. അപ്പം ഞാൻ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എന്നെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവരൊക്കെ ചോദിച്ചു, ബിൻസി പാചകത്തെ എന്തെടുക്കും? ഞാൻ പറഞ്ഞു അവിടെ വരുമ്പോ നമുക്ക് നോക്കാം, തട്ടിമുട്ടിയൊക്കെ നിൽക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ സെക്കൻഡ് വീക്കിൽ എന്നെ കിച്ചൺ ടീമിൽ കൊണ്ടിട്ടു. അന്നേ ഞാൻ ആ ഷാനവാസിനോട് പറഞ്ഞതാണ്, ഇടരുത്, എനിക്കൊരു വക വെക്കാൻ അറിയത്തില്ലെന്ന്. ഇപ്പൊ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പോലല്ലോ 19 പേർക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ആ ചാലഞ്ച് അങ്ങ് ഏറ്റെടുത്തു. എന്റെ അഭിമാന നിമിഷമായിരുന്നത്. ഞാൻ എന്തും വരട്ടെന്ന് പറഞ്ഞു. എനിക്ക് കട്ടിംഗ് ഒക്കെ നല്ലപോലെ അറിയാം, സവോളയൊക്കെ നല്ലപോലെ ഞാൻ കട്ട് ചെയ്യും. വീട്ടിലും അങ്ങനെ തന്നെ കട്ടിങ് കാര്യങ്ങളെല്ലാം. ഞാൻ വെളുത്തുള്ളിയൊക്കെ പൊളിക്കാനാണ് പൊതുവേ എല്ലാവർക്കും ഒരു മടി. കുഞ്ഞു ചുവന്നുള്ളി പൊളിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതൊക്കെ ഞാൻ കുത്തിയിരുന്ന് ഈ നീള നഖം വെച്ചിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പൊ ഞാൻ അവിടെ പോയി ആദ്യം സവോളയൊക്കെ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ തക്കാളിക്കറിയാണ്. അത് കഴിച്ചിട്ട് 1 റിവ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല അഭിപ്രായം. എല്ലാവരും ഒന്ന് ഷെയ്ക്കാനൊക്കെ തന്നു, ബിൻസി സൂപ്പർ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അത്രയും വിശന്ന് പൊരിഞ്ഞിരുന്ന് എനിക്കത് കഴിക്കാൻ തോന്നിയില്ല. അവർക്ക് ഞാൻ എന്റേത് പോലെ ഞാൻ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആ സമയത്ത് ഞാൻ ക്യാമറ നോക്കി പറഞ്ഞു, പ്രൗഡ് ഓഫ് മൈ സെൽഫ്, RJ ബിൻസിഡാ. ആ സാധനമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു തക്കാളിക്കറി എങ്ങനെയുണ്ട് എന്ന്. ശരിക്കും ഒരു 3-4 ദിവസം ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി. എല്ലാം നല്ല ടേസ്റ്റ്. അത് കണ്ട് നമുക്ക് ഉറപ്പായിട്ട് അഭിമാനം തോന്നണമല്ലോ. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അഭിമാനം തോന്നിയ ബിൻസിക്ക് വേണ്ടിയുള്ള പാട്ടുകൾ തന്നെയാണ് റേഡിയോയിൽ വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉത്രാടം ദിന പ്രത്യേക പരിപാടിയിൽ RJ ബിൻസിയുടെ കൂടെ ബിഗ് ബോസിലെ കഥകളൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഓണത്തിന്റെ ആ ഒരു ഓളത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ പല കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും, വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും, ജോലി സ്ഥലത്തുണ്ടാകും, എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇതേ ബിൻസിയുടെ കഥ കഴിഞ്ഞിട്ടേ നമുക്ക് വേറെ കാര്യമുള്ളൂ. ബിൻസിയുടെ കഥ കഴിക്കും എന്നല്ലോ പറഞ്ഞു. എന്റെ കാര്യത്തിൽ തീരുമാനമാകും. നമ്മള് 100 മാർക്കിന്റെ ചോദ്യം ഇവിടെ തീരുവാണ് ബിൻസി. 100 മാർക്കിന്റെ പരീക്ഷ വളരെ ഗംഭീരമായിട്ട് ബിൻസി എഴുതിയിട്ടുണ്ട്. മാർക്കൊക്കെ അവസാനം പറയാം. ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു 50 മാർക്കിന്റെ ഔട്ട് ഓഫ് സിലബസ് ഉണ്ട്. ഇംപ്രൂവ്മെന്റ് ഒക്കെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. ഇനി മാർക്ക് വേണം എന്നുള്ള ഇടത്ത് ഇംപ്രൂവ്മെന്റ് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, വലിയ ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഔട്ട് ഓഫ് സിലബസ് ആണ്. എന്തിനീ ചോദ്യം എന്ന് പോലും നമ്മൾ ഈ ഔട്ട് ഓഫ് സിലബസ് ചോദ്യത്തെ പറ്റി പറയില്ല. പരീക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിട്ട് കംപ്ലൈന്റ് ചെയ്തോളൂ. വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, പരീക്ഷ കഴിഞ്ഞ ബിൻസിക്ക് കംപ്ലൈന്റ് ചെയ്യാം. പക്ഷേ ചോദ്യം ചോദിക്കുന്നത് എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. ഓക്കെ, ബിൻസിയുടെ പ്രായത്തോട് ഇന്നത്തെ ഡേറ്റ് ചേർത്തതിന് ശേഷം ഒരു 20 കൂടി ചേർത്താൽ എത്ര കിട്ടും? ബിൻസി ഒരു ഉത്തരം പറഞ്ഞിട്ട് വേണം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ബിൻസിയുടെ പ്രായം എത്രയെന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ 26, 4, 30. ഓക്കെ, പിന്നെ ഒരു 20 കൂടെ കൂട്ടുമ്പോ 50.
ബിൻസി ഇപ്പൊ 50 മാത്രമുള്ള ഉത്തരവാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുക്കാറുണ്ട്. ബിൻസിയുടെ പ്രായം എത്രയെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ അതിനുള്ള വക ബിൻസി കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഞാൻ പണി കൊടുക്കത്തില്ല. അതാണ് എന്റെ ഒരു മനസ്സ്. ഔട്ട് ഓഫ് സിലബസ് വളരെ ന്യായമായ ഉത്തരം പറഞ്ഞിരിക്കുവാണ്. ഔട്ട് ഓഫ് സിലബസിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകും കേട്ടോ. ഇതിനകത്ത് ശരിക്കും 6 ചോദ്യമുണ്ട്. ഒരെണ്ണം വിടാം. ഒരെണ്ണം വിട്ടാലും അതായത് 50 മാർക്കേ ഉള്ളൂ. 6 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 60 മാർക്ക് തരൂല്ല. ഓക്കെ ശരി, അടുത്തിലേക്ക് എത്തും കേട്ടോ. മലയാളം, ഇംഗ്ലീഷ്, തമിഴ് ഇവ കൂടാതെ ബിൻസിക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഭാഷയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM എന്ന് പറയുക. മലയാളം, ഇംഗ്ലീഷ്, തമിഴ് ഇവ കൂടാതെ, ഇവയല്ല, കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM എന്ന് പറഞ്ഞാൽ മതി. ഏത് ഭാഷയിലാണ് പറയുന്നതെന്ന് ആദ്യം പറയണം. ആംഗ്യ ഭാഷയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് പറഞ്ഞേ, ആംഗ്യ ഭാഷയിൽ പറഞ്ഞേ. പറഞ്ഞോണ്ടിരിക്കണോ? ഇത് ചതിയായി പോയി. ഈ ക്വസ്റ്റ്യൻ ഞാൻ വിടുകയാണ്. അങ്ങനെ പറയില്ല ബിൻസി, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. ആംഗ്യ ഭാഷ എങ്ങനെയാ റേഡിയോയിലൂടെ എല്ലാവർക്കും കേൾക്കാം? ഹിന്ദിയിൽ പറയാൻ പറ്റും. ഹിന്ദി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ലോഗ് എഴുതാൻ വല്ലതാണോ? ലോഗ് ബുക്കിന്റെ കാര്യം വല്ലതാണോ? അല്ല, ആപ്പിൽ ലോഗിൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. പറയൂ. സബ് ലോഗ് കേൾക്കാൻ എങ്ങനെ ഹിന്ദിയിൽ പറയുന്നത്? सुन के लिए सुन रहे हैं സർഗക്ഷേത്ര 89.6 FM. സുൻ രഹേ ഹേ സർഗക്ഷേത്ര 89.6 FM. കുഴപ്പമില്ല. ഓക്കെ, എങ്ങാണ്ടൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ശരിയോ തെറ്റോ? ബിൻസിക്ക് നല്ല രീതിയിൽ മിമിക്രി ചെയ്യാൻ അറിയും എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് അറിയില്ല. ശരിയോ തെറ്റോ? ശരി. അപ്പൊ ഒരുപാട് പേർക്ക് അറിയാം ബിൻസിക്ക് മിമിക്രി ചെയ്യാൻ അറിയാം എന്നുള്ള കാര്യം. പിന്നെ ഒരുപാട് പേർക്ക് അറിയാം. എന്റെ കഴിവ് ഞാൻ ലോകത്തോട് പല സമയങ്ങളിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണ് മിമിക്രി എന്ന് പറഞ്ഞാൽ? എന്താ മിമിക്രി? എനിക്ക് മിമിക്രി അറിയാം. എന്താ മോനെ? ഓ, ഇതാരാ? ഇത് അറിയാൻ പാടില്ല. ലാലേട്ടനാണല്ലേ? ശരി ശരി ശരി. ഈ ചോദ്യം ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഓക്കെ, ഇതിന്റെ അപകടം ഞാൻ മനസ്സിലാക്കുവാണ്. മിമിക്രി അറിയാവുന്ന ബിൻസി. റെഡി. അടുത്ത ചോദ്യം. ബിഗ് ബോസിൽ തിരിച്ചു വന്നതിന് ശേഷം ബിൻസി ചാർജ് ചെയ്യുന്ന പേയ്മെന്റ് എത്ര ശതമാനം വർദ്ധിപ്പിച്ചു? എത്ര പെർസെന്റേജ് വർധന ഉണ്ടായി? എനിക്ക് എമൗണ്ട് അല്ല അറിയേണ്ടത്, പെർസെന്റേജ് എത്ര കൂട്ടി? ബിൻസി പല പരിപാടിക്ക് പലയിടങ്ങളിൽ പോയി പല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണല്ലോ. പെർസെന്റേജ് എങ്ങനെയാ ചേട്ടാ കൂട്ടുന്നത്? അയ്യോ, ഇത് ഞാൻ പെട്ട്. ഇത് എനിക്കുള്ള പണിയായിരുന്നു ഗൈസ്. ഔട്ട് ഓഫ് സിലബസ് ആണ്, അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. ഇത് ഔട്ട് ഓഫ് സിലബസിൽ ഇങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാവും. പെർസെന്റേജ് കൂട്ടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു തരാവോ? അതൊന്നും ഞാൻ പറഞ്ഞു തരില്ല. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, തിരിച്ച് എന്നോടൊന്നും ചോദിക്കാൻ പോലെ. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഒരു 40 കൂട്ടി. 40. ഓ, അപ്പൊ കൂട്ടി. നല്ല കൂട്ടലാണ്. പിന്നല്ല. ഓക്കെ, ശരി ശരി. എനിക്ക് കൂട്ടാൻ അറിയത്തില്ലെങ്കിലും പേയ്മെന്റ് ഞാൻ കൂട്ടി വാങ്ങാറുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ പറഞ്ഞ ബിൻസിയാണ് കേട്ടോ. ഞാൻ ഒരിടത്ത് ഇനാഗുറേഷൻ പോയാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്താൽ ഇക്കൂട്ടരോട് പൈസ വാങ്ങില്ല. ആരാണ് ഇക്കൂട്ടർ? ഇപ്പൊ നമ്മുടെ സർഗക്ഷേത്രയുടെ വിഷ്വൽ സ്റ്റുഡിയോ വരുവാണല്ലോ. ഇനോഗ്രേഷന് ഫാദർ അലക്സിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേയ്മെന്റ് വാങ്ങാതെ ചെയ്തു തരാം, നോ പ്രോബ്ലം. ഓ, റേഡിയോയിൽ എന്തെങ്കിലും ഉദ്ഘാടനം വന്നു കഴിഞ്ഞാൽ പേയ്മെന്റ് വാങ്ങിക്കാതെ ചെയ്യും. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് നമ്മളിവിടെ ഒരു കിളിക്കൂട് വാങ്ങി. അതിനകത്ത് കിളി ഇട്ടതിന് ശേഷം അതിന്റെ ഡോറ് പൂട്ടൽ പരിപാടി നടന്നിരുന്നു. അത് പേയ്മെന്റ് വാങ്ങിച്ചിട്ടില്ല. പിന്നെ അക്യൂറത്തിൽ മീനിടാൻ പോകും. ഞാൻ പറയാൻ വരുവായിരുന്നു. ഓക്കെ. പിന്നെ നമ്മുടെ റാമ്പിന് പെയിന്റ് അടിച്ചതിന് ശേഷം അതുവഴി നടന്ന് ഉദ്ഘാടനം ചെയ്ത് നോക്കി. അതെ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പുതിയ കൊട RJs വാങ്ങുമ്പോൾ അത് തുറന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പിന്നെ ആരുടെയോ കാർ ഷെഡ് ഉദ്ഘാടനം ചെയ്യാനൊക്കെ പണ്ട് പോയിരുന്നു. അതെ സാറിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റേഡിയോയെ ബന്ധപ്പെട്ട റേഡിയോയാണ്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ. എന്തായാലും ബിൻസി ഉണ്ട് കൂടെ. ബിൻസിയുടെ പരീക്ഷ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. ഉത്രാടം ദിനത്തിൽ നമ്മളുടെ കൂടെ RJ ബിൻസി ഉണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് ബിൻസി ഉണ്ട്, എന്ത് വേണമെങ്കിലും പറയാം. പ്രിയപ്പെട്ട ബിൻസി ഉണ്ട് എന്ന് പറയാം. ബിൻസി, നമ്മുടെ ചോദ്യങ്ങൾ തീരുവട്ടോ. പരീക്ഷ മൊത്തത്തിൽ തീർന്നുകൊണ്ടിരിക്കുവാണേ. ബിൻസി, ഇതൊരു ആഴത്തിൽ ആലോചിച്ച് ഉത്തരം പറയേണ്ട ചോദ്യമാണ്. ഇത് നമ്മുടെ മൊത്തം പരീക്ഷയുടെ അവസാനത്തെ ചോദ്യമാണ്. ഓക്കെ, ഇതോടുകൂടി എന്റെ അവസാനമായിരിക്കും മിക്കവാറും. ഒത്തിരി പോപ്പുലർ അല്ലാത്ത മനുഷ്യർക്ക്, ഒത്തിരി പോപ്പുലർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരാൽ അറിയപ്പെടാത്ത മനുഷ്യർക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്ത്, കുറേയധികം കഷ്ടപ്പെട്ട്, കുറേയധികം കാര്യങ്ങൾ ചെയ്ത് പോപ്പുലർ ആകാൻ പറ്റും. പക്ഷേ പോപ്പുലാരിറ്റി ഒരാൾക്ക് മടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരും അറിയാത്ത ഒരാളായിട്ട് ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു മടങ്ങാൻ പറ്റില്ല. ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? ചോദ്യം ക്ലിയർ ആയോ? ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് ചോദ്യം മനസ്സിലായി. എന്താ യോജിക്കാത്തത്? പോപ്പുലർ ആയി കഴിഞ്ഞാല് ശരിയാണ്, എല്ലാരും നമ്മൾ അറിയപ്പെടും. പിന്നെ നമുക്കൊരു പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ പ്രൈവസി എന്ന വാക്ക് യൂസ് ചെയ്യാതിരുന്നതാണ്. മനസ്സിലായി. എന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. അതെ, നമുക്കത് നഷ്ടമാവും. അതായത് എല്ലാ മനുഷ്യരും എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടുള്ള, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ ആയിരിക്കില്ല കടന്നു പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ കാണാം, സെലിബ്രിറ്റീസിന്റെ അടുത്ത് ചില സമയത്ത് ചെല്ലുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. ചില സമയത്ത് അവർ മൂഡ് ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ മനസ്സിൽ ഇപ്പം ചില മരണം ഒക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർ നമ്മുടെ ഓൺലൈൻ മീഡിയാസ് അതിന്റെ ഇടയ്ക്ക് കൂടി വീഡിയോ എടുക്കാൻ
എടുക്കാനൊക്കെ പോകാറുണ്ട്. ആ സമയത്ത് ചിലർ പ്രതികരിക്കാണ്ട് പോകും. അതിനും നെഗറ്റീവ് കമന്റ്സ് പറയുന്ന ആൾക്കാരുണ്ട്, ഇവർക്കൊന്നും എന്തെങ്കിലും പറഞ്ഞുകൂടെയെന്ന്. പക്ഷെ അത് അവരുടെ സാഹചര്യമാണ്, ആ സിറ്റുവേഷൻ അവർ ഓക്കെ ആയിരിക്കില്ല. അപ്പം നമ്മുടെ പ്രൈവസീനെ ബാധിക്കുന്ന ഒരു ലൈഫ് തന്നെയാണ് പോപ്പുലർ ആയി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ സമാധാനമായിട്ട് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം, ഇപ്പൊ നമ്മള് ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ വീടിന്റെ വാതിക്കലത്തെ ചായക്കടയിൽ നിന്ന് എല്ലാ ദിവസവും ചായ കുടിക്കുന്ന ആളാണെങ്കിൽ പിന്നീട് നമുക്ക് അവിടെ പോയി ചായ കുടിക്കാൻ പറ്റില്ല, ആരാധകരായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എല്ലാം മാറും. നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ താമസിക്കാം. ഇപ്പൊ കൊച്ചി എന്ന് പറഞ്ഞാൽ ചില പഴയ കാലങ്ങളിലൊക്കെ എല്ലാവരും വിചാരിച്ചു കൊടുക്കുന്നത് സിനിമാ നടന്മാർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ആണ്. ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിയിൽ പോയി, ഇപ്പൊ കൊച്ചിയിൽ കുറെ ഒന്നുമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, സാറിനെ പോലത്തെ. അപ്പം അങ്ങനത്തെ ഒരു കാര്യം. പക്ഷേ നമുക്ക് പോപ്പുലർ ആകാൻ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. പോപ്പുലർ അല്ലാത്തൊരു ലൈഫിലേക്ക് സിമ്പിൾ ആയിട്ട് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ മതി. നാട് വിട്ട് പോകണം. നമ്മളറിയാത്ത സ്ഥലത്ത്, നമ്മളാരും തിരിച്ചറിയാത്തടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും. നമുക്ക് കൊടുക്കുന്ന ഒരു വിലയുണ്ടല്ലോ മനസ്സിൽ, അത് ഇങ്ങനെയൊക്കെയാണ്. ഞാനിപ്പോ സെലിബ്രിറ്റി ഒന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാണെന്ന് മനസ്സിൽ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതൊക്കെ. വിനുസാറിന് പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പോപ്പുലറായി, വിനുസാർ പോപ്പുലർ ആയില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷയുടെ അവസാനം ഉറപ്പായിട്ട് ഒരു അടിയിലെ തീരുവുള്ളൂ എന്ന് ഉറപ്പിച്ച് തന്നെ തുടങ്ങിയ പരീക്ഷ കേട്ടോ. കാരണം ഈ മാർക്കൊക്കെ വായിക്കുമ്പോൾ ബിൻസിക്ക് പൊതുവെ മാർക്ക് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. എനിക്കൊരു പ്രശ്നമില്ല, SSL ഞാൻ എപ്പോഴും ജയിക്കാറില്ലേ. 100-150 മാർക്കിന്റെ പരീക്ഷയായിരുന്നു ഇവിടെ സംഭവിച്ചത്. ഉത്രാടം ദിനമാണ്, വീടുകളിലൊക്കെ തിരക്കുള്ള ഉത്രാട പാച്ചിൽ നടക്കുന്ന ദിവസം ബിൻസിയുമായിട്ടുള്ള ഒരു ഉത്രാട പാച്ചിലാണ് റേഡിയോയിൽ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. നമ്മള് മത്സരം സൈഡ് ഒതുക്കി നിർത്തുവാണ്, അല്ലെങ്കിൽ പരീക്ഷ ഒതുക്കി നിർത്തുവാണെന്നേ പറയുന്നുള്ളൂ, ഇന്റർവ്യൂ തീർക്കുമെന്ന് പറയുന്നില്ല. കാരണം ചോദ്യം ചെയ്യലും ഇതുപോലത്തെ തർക്കങ്ങളും തുടരും, അതിപ്പോ റേഡിയോയിലൂടെ അല്ലെങ്കിലും തുടരും. അപ്പൊ ബിൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ധൈര്യമായിട്ട് പറഞ്ഞേട്ടാ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ബിൻസി കാണാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഗ് ബോസ് മുതൽ ആലോചിച്ച് ബിഗ് ബോസിന് ശേഷം ബിൻസി എന്ന് തിരിച്ചു വന്നാലും ചോദിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ചോദിച്ച് ആലോചിച്ച ചോദ്യങ്ങളൊക്കെയാണ്. അതിനെ ഒന്ന് ഒരു വഴിക്കാക്കി സെറ്റാക്കി ചോദ്യം പോലെ ആക്കുമ്പോഴൊക്കെ അതിനുള്ള മറുപടികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷം എന്ന് പറയുന്ന പോലെ തന്നെ കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ തൃപ്തിയിൽ തന്നെയായിരിക്കും ഉത്രാടം ദിനത്തിലെ അടുത്ത കാര്യത്തിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നത്. കാരണം ബിൻസി കൊള്ളാം. ബിൻസി ഈ ഒരു ഇന്റർവ്യൂ ചോദ്യകർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നിയൊരു ഇന്റർവ്യൂ ആണ്. ഇപ്പൊ അങ്ങനെ സന്തോഷം തോന്നി, ബിൻസി കൊള്ളാം ഇങ്ങനെയൊന്നും പറഞ്ഞ് സന്തോഷിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല, എന്നാലും പറയുവാണ് കൊള്ളാം, അടിപൊളി. താങ്ക് യു സാർ. അപ്പോ നമ്മൾ മെല്ലെ വണ്ടി സൈഡ് ഒതുക്കി നിർത്തുവാണ്. എനിക്ക് ഈ പരിപാടി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകൾക്കാണല്ലോ ഒരുപാട് പ്രിപ്പറേഷൻ, അതിനുവേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ ടെൻഷനൊക്കെ ഉള്ളത്. ഇവിടെ കൂളായിട്ടിരുന്ന് സത്യസന്ധമായിട്ടുള്ള ആൻസർ പറയുന്ന എന്നെ പോലുള്ള ആളുകൾക്കൊന്നും ഭയങ്കര റിലാക്സ്ഡ് ആണ് ഈ സമയങ്ങൾ. പിന്നെ ലൈഫിൽ ആദ്യത്തെ റേഡിയോ ഇന്റർവ്യൂ ആണ്. ശരി. അപ്പൊ ഇത് പോപ്പുലർ അല്ലാത്തൊരു വിനുസാർ എടുക്കുന്നതിൽ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും PSC-ൊക്കെ ചോദ്യമാക്കാവുന്നതാണ്. ആദ്യമായിട്ട് റേഡിയോ ഇന്റർവ്യൂ നടത്തിയ സ്ഥലം, ചോദ്യം ചെയ്ത ആളുടെ പേര്, അയാളുടെ നാട് എവിടെയാണ്, അതൊക്കെ ചോദിക്കാവുന്നതാണ്. നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വിൻസി വേഗം പോയിട്ട് അടുത്ത റേഡിയോ പരിപാടിക്കുള്ള സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കുക. അടുത്ത ദിവസം മുതൽ പരിപാടി തുടങ്ങണം കേട്ടോ. ഓപ്പൺ മൈക്ക് ആയിട്ട് RJ ബിൻസി എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ സൈഡ് ഒതുക്കി നിർത്തുവാണ്. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ അറിയിക്കുന്നു. അപ്പോ ബിൻസി ഇവിടെ തന്നെ ഉണ്ട്. ബിൻസി നമ്മുടെ കൂട്ടത്തിൽ ഇനി അങ്ങോട്ടേക്ക് തുടരുവാണ്. പൂർവാധികം ശക്തിയോടെ തുടരുന്ന ബിൻസിക്കുള്ള ആശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സൈഡ് ഒതുക്കി നിർത്തുന്നത്. നല്ലൊരു അടിപൊളി പാട്ട് വെച്ചെന്നെങ്കിൽ ഞാൻ പോകത്തുള്ളൂ. ഉറപ്പായിട്ട് നല്ല പാട്ട് വരുന്നുണ്ട്, കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.